ഇലയെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കൈൻഡ്സ് ഓഫ് ലീഫ്. ഓക്കെ, അതിൽ കൈൻഡ്സ് ഓഫ് ലീവ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് സിമ്പിൾ ലീവ്സ് ആൻഡ് കോമ്പൗണ്ട് ലീവ്സ് ആണ്. സിമ്പിൾ ലീവ്സ് ആൻഡ് കോമ്പൗണ്ട് ലീവ്സ് ആണ്. മലയാളത്തില് നമ്മളതിനെ എന്ത് വിളിക്കും? മലയാളത്തില് എന്തുക്കളെ? ലഘുപത്രങ്ങളും അതുപോലെ തന്നെ സിമ്പിൾ ലീവ്സിനെ ലഘുപത്രങ്ങൾ എന്ന് വിളിക്കും. കോമ്പൗണ്ട് ലീവ്സ് ആണെങ്കിലോ സംയുക്ത പത്രം. ഓക്കെ, ലഘുപത്രങ്ങളും സംയുക്ത പത്രങ്ങളും, ഇതിന് രണ്ടിനെ കുറിച്ചാണ് ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത്. കുറച്ചുപേർക്ക്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൽ കയറുന്നതിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ഇന്നത്തെ ലിങ്കിൽ ജോയിൻ ചെയ്യുന്നതിന് വലിയ ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ, ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. ഓക്കെ, നമ്മളിന്നലെ ഇത് പറയുമ്പോഴത്തേക്ക് ഒരു കാര്യം പറയാനുള്ള, അതിന് പിന്നീട് ടെറഡോഫൈറ്റ്സ് പഠിപ്പിക്കുമ്പോൾ പറയാന്ന് വിചാരിച്ചിട്ടാണ് അവിടെ പറയാതിരുന്നത്. കാരണം അവിടെ മാത്രമേ അത് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. അതായത് നമ്മൾ ഇന്നലെ വീനേഷൻ പഠിച്ചപ്പോഴത്തേക്ക് എത്ര തരത്തിലുള്ള വീനേഷൻസ് ആണ്? സ്ഥിരവിന്യാസം പഠിച്ചത്, റെട്ടിക്യുലേറ്റ്, പാരലല്, അല്ലെ? രണ്ടെണ്ണത്തിൽ പ്രധാനമായിട്ട് പഠിച്ചത് റെട്ടിക്യുലേറ്റും പാരലലും പഠിച്ചത് അല്ലയോ? ഓക്കെ, റെട്ടിക്യുലേറ്റും പാരലലാണ് പഠിച്ചത്. അത് കൂടാതെ നമ്മുടെ ഫേൺസ് ഒക്കെ എടുത്ത്, ടെറഡോഫൈറ്റ്സ്, ടെറിസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ, ഫേൺസിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ വേറൊരു തരം വീനേഷൻസും കൂടെ ഉണ്ട്. ഫേൺസിന് നിങ്ങൾ ഫേൺസിന്റെ കേല കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ ന്യൂസിലാൻഡിന്റെ ഒക്കെ ചിഹ്നം, ക്രിക്കറ്റേഴ്സിന്റെ ഒക്കെ തൊപ്പിയിലുള്ള അല്ലെങ്കിൽ അവരുടെ പതാകയിലൊക്കെയുള്ള ആ ടെറസ്, അല്ലെങ്കിൽ നല്ല കിണറിന്റെ സമീപത്തെ, കിണറിന്റെ അടുത്ത് കാണപ്പെടുന്ന, വെള്ളമുള്ള ഭാഗത്തേക്ക് കാണപ്പെടുന്ന ഫേൺസ്. അതിൽ ടെറഡോഫൈറ്റ്സിന്റെ ടെറസ് നോക്കിക്കഴിഞ്ഞാൽ ടെറസിൽ കാണപ്പെടുന്ന തരം ഒരു തരത്തിലുള്ള വീനേഷൻ ഉണ്ട്. അത് നമ്മൾ പറയുന്നത് ഫക്കേറ്റ് എന്നാണ്. FURCATE എന്ന് പറയുന്ന ഫക്കേറ്റ് എന്ന് പറയുന്ന വീനേഷൻ ആണ്. ഫക്കേറ്റ് വീനേഷൻ ആരിൽ കാണപ്പെടുന്നു വെച്ച് കഴിഞ്ഞാൽ ഫേൺസിലാണ് കാണപ്പെടുന്നത്. ഫേൺസിൽ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാഞ്ചഡ് ആയിട്ടുള്ള തരത്തിലുള്ള വീനേഷൻസ് ആണ്. ഒരു മിഡ്രിപ്പ് ഉണ്ടായിരിക്കും. അതിൽ നിന്ന് ബ്രാഞ്ചസ് വരും. ഇങ്ങനെ ബ്രാഞ്ചസ് ഉണ്ടാകും. അതിൽ നിന്ന് വീണ്ടും ഒരു ഡബിൾ ബ്രാഞ്ചസ് ആയിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ഈ ഡബിൾ ബ്രാഞ്ചസ് ഉണ്ടാവും, വീണ്ടും ഇങ്ങനെ ഡബിൾ ബ്രാഞ്ചസ് ഉണ്ടാവും, ഇതിൽ നിന്നും ഡബിൾ ബ്രാഞ്ചസ് ഉണ്ടാവും. അതായത് ഒരു വലക്കണ്ണുകൾ പോലെ ആയിരിക്കത്തില്ല, അല്ലെങ്കിൽ പാരലൽ പോലെ ആയിരിക്കത്തില്ല. ഇങ്ങനെ ഡബിൾ ചെയ്ത് ഈ ഒരു ടൈപ്പ് രീതി നമ്മൾ എവിടെ പഠിക്കുന്നതെന്ന് അറിയാം നിങ്ങൾക്ക്? ഓരോ സ്ഥലത്ത് പഠിക്കും. നമ്മൾ എവിടെ പഠിക്കും? വീനേഷൻ അല്ലാതെ ആർക്ക് പറയാം? വീനേഷൻ അല്ല, ഇൻഫ്ലോറസൻസിൽ നമ്മൾ പഠിക്കും അല്ലെ? സീസാൽപീനിയ, പൾച്ചറിനെ ഒക്കെ പഠിക്കുമ്പോഴത്തേക്ക് അവിടെ നമ്മൾ പഠിക്കും. ഇങ്ങനെ പോകുന്ന വീനേഷൻ ഒരു ഡബിൾ ചെയ്ത് പോകുന്ന തരത്തിലുള്ള വീനേഷൻ ആണ്, അല്ലെങ്കിൽ സ്ഥിരാവിന്യാസമാണ് ഫക്കേറ്റ് എന്ന് പറയുന്നത്. ഈ ഫക്കേറ്റ് വീനേഷൻസ് കാണപ്പെടുന്നത്, അല്ലെങ്കിൽ ഫർക്കേറ്റ് ആയിട്ടുള്ള, നമ്മൾ ബൈഫർക്കേറ്റ് എന്ന് പറയത്തില്ല, ആ ഒരു ഫർക്കേഷൻ. ബൈഫർക്കേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെ, ഡബിൾഡ് ആയിട്ട് പോകുന്ന ബൈഫർക്കേഷൻ ഉള്ള, ഡബിൾ ആയിട്ട് പോകുന്ന, ബൈഫർക്കേറ്റ് ചെയ്ത് പോകുന്ന, ഒന്നിൽ നിന്നും പിന്നെ അടുത്ത രണ്ടിലേക്ക്, ആ രണ്ടിൽ നിന്ന് വീണ്ടും ഒരു രണ്ടിലേക്ക്, ഇങ്ങനെ ബൈഫർക്കേറ്റ്. അതുകൊണ്ടാണ് അതിനെ ഫർക്കേറ്റ് വീനേഷൻ എന്ന് വിളിക്കുന്നത്. അത് കാണപ്പെടുന്നത് ഫേൺസിലാണ്. ഫർക്കേറ്റ് വീനേഷൻ കാണപ്പെടുന്ന എവിടെയാണ്? ഫേൺസില്, ടെറഡോഫൈറ്റ്സിലാണ്, ടെറസിലാണ്, ഫേൺസിലാണ് എന്നുള്ള കാര്യം ജസ്റ്റ് അവിടെ ഒന്ന് തൽക്കാലം ഒന്ന് ഓർത്തു വെച്ചിരിക്കുക. ഈ ഒരു കാര്യം നമ്മൾ അവിടെ ടെറഡോളജി നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക്, നമ്മൾ ബയോഫൈറ്റ്സിനെ പറ്റിയും ടെറഡോഫൈറ്റ്സിനെ പറ്റിയും പഠിക്കുന്ന സമയത്ത് ടെറഡോഫൈറ്റ്സ് പഠിക്കുമ്പോഴത്തേക്ക് അവിടെ നമ്മൾ അത് ഡിസ്കസ് ചെയ്യുന്നതാണ്. ബയോഫൈറ്റ്സിനെ പറ്റി പഠിക്കുമ്പോഴത്തേക്ക് നമ്മൾ ലീവ്സിനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. കാരണം എന്തുകൊണ്ടാണ്?
എന്തുകൊണ്ടാണ്? ലീഫ് ലൈക്ക് ആണ്. ലീഫ് ലൈക്ക്, സ്റ്റെം ലൈക്ക്, റൂട്ട് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ് ബ്രയോഫൈറ്റ്സ് എന്ന് പറയുന്നത്. എന്നാൽ യഥാർത്ഥ റൂട്ടോ സ്റ്റെമ്മോ ലീഫോ അല്ല. അതുകൊണ്ട് അവിടെ നമ്മൾ വേരിയേഷൻ ഒന്നും പഠിക്കേണ്ട കാര്യമില്ല. ഓക്കെ, തിരിച്ച് നമുക്ക് ഇതിലേക്ക് വരാം. പിന്നെ ഇതിൽ തന്നെ നമ്മൾ ഇന്നലെ പഠിച്ച വേരിയേഷനിൽ തന്നെ ഒരുപാട് വേരിയേഷൻസ് ഉണ്ട്. അത് നമ്മൾക്ക് ഇത് കഴിഞ്ഞിട്ട് അവസാനം ഞാനത് എക്സ്ട്രാ എല്ലാത്തിനും നമുക്ക് എക്സ്ട്രാ പോയിന്റ് പഠിക്കാം. അപ്പൊ എക്സ്ട്രായില് ഞാനത് പറഞ്ഞുതരും. അതായത് നമ്മൾ ഇന്നലെ പഠിച്ച തന്നെ യൂണിക് കോസ്റ്റേറ്റ്, മൾട്ടി കോസ്റ്റേറ്റ് എന്ന് പറയുന്നത്, ഈ മൾട്ടി കോസ്റ്റേറ്റിൽ തന്നെ കൺവെർജന്റ് ആയിട്ടുള്ളതും ഡൈവർജന്റ് ആയിട്ടുള്ള വേരിയേഷൻസ് ഒക്കെ ഉണ്ട്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, സെപ്പറേറ്റ് ചെയ്ത് പറഞ്ഞില്ല എന്നുള്ളത്. അവസാനം എന്താണ് എക്സ്ട്രാ പോയിന്റ് ആയിട്ട് ഞാനത് പറഞ്ഞുതരാം. ഇപ്പൊ തിരിച്ച് നമുക്ക് വീണ്ടും ലഘുപത്രം, സംയുക്ത പത്രം എന്ന് പറയുന്ന ഈ ഒരു ഏരിയയിലേക്ക് വരാം. ഓക്കെ, ഓക്കെ ഓക്കെ അപ്പൊ എന്താണ് ലഘുപത്രങ്ങൾ? അതായത് ലഘുപത്രം അല്ലെങ്കിൽ സിമ്പിൾ ലീവ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് സാധാരണ നമ്മൾ പറയും എ ലീഫ് വിത്ത് സിമ്പിൾ ലാമിന, അല്ലെ? എ ലീഫ് വിത്ത് സിമ്പിൾ ലാമിന. ലാമിന എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്ട് നമ്മൾ പറഞ്ഞു, മലയാളത്തിൽ ലാമിന എന്താണ്? മലയാളത്തിലെ ലാമിന എന്താണ്? ലാമിന എന്താ വിളിക്കുന്നത്? പറയാ പത്രം. ഒരു സിംഗിൾ ആയിട്ടുള്ള പത്രഫലകമുള്ള ലീവ്സിനെയാണ് നമ്മൾ സാധാരണയായിട്ട് ഇങ്ങനെയുള്ള ലീവ്സിനെയാണ് നമ്മൾ സാധാരണയായിട്ട് എന്ത് വിളിക്കുന്നത്? ആക്ച്വലി എന്ത് വിളിക്കുന്നത്? ലഘുപത്രം എന്ന് വിളിക്കുന്നത്. നടുവിലുള്ള ഈ ഭാഗം ഇതെന്താണ്? ഈ സാധനം എന്താണ്ട്? ഇതിനെന്താ വിളിക്കുന്നത്? ഇതെന്താണ്? ആ ലീഫിന്റെ മലയാളം വരട്ടെ. അതിന്റെ ഇന്നലെ നമ്മൾ പഠിച്ചാണല്ലോ. എന്തെന്നാ വിളിക്കുന്നത്? മധ്യസിര അല്ലെങ്കിൽ മിഡ്രിബ് എന്ന് പറയുന്ന ആള്, അല്ലെ? മധ്യസിര ഉണ്ടായിരിക്കും. ഒരു കോമൺ ആയിട്ടുള്ള, അതായത് മലയാളത്തിൽ പറഞ്ഞാൽ കുറച്ച്, അതായത് ഈ പത്രഫലകം എന്ന് പറയുന്നത്, ലീഫ് ലാമിന എന്ന് പറയുന്നത്, ലീഫ് ബ്ലേഡ് എന്ന് പറയുന്നത്, എപ്പിപോഡിയം എന്ന് പറയുന്നത് എന്തായിരിക്കും? സിംഗിൾ ആയിരിക്കും, സിംഗിൾ ആയിട്ടുള്ളത്. അങ്ങനെയുള്ളതിനെയാണ് ആക്ച്വലി ലഘുപത്രം എന്ന് പറയുന്നത്. അതായത് പത്രഫലകം അഖണ്ഡമോ ഛേദിക്കപ്പെട്ടതോ ആണെങ്കിൽ അത്തരത്തിലുള്ള ലീവ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലഘുപത്രം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ലാമിനയ്ക്ക് അല്ലെങ്കിൽ ആ ലാമിന എടുത്തു കഴിഞ്ഞാൽ ലാമിനയ്ക്ക് ആരുമായിട്ട് കണക്ഷൻ ഇല്ല. ഈ ലാമിന എടുത്തു കഴിഞ്ഞാൽ ലാമിനയ്ക്ക് ആരുമായിട്ട്, അങ്ങനെ നമ്മൾ പഠിക്കേണ്ടത് സിമ്പിളും കോമ്പൗണ്ടൊക്കെ പഠിക്കുമ്പോൾ അങ്ങനെ പഠിച്ചു കഴിഞ്ഞാലേ മനസ്സിലാവത്തുള്ളൂ. ലാമിനയ്ക്ക് ആരുമായിട്ട് കണക്ഷൻ ഇല്ല, ആരുമായിട്ട് നേരിട്ട് ബന്ധമില്ല, കാണുന്നില്ല. ആരുമായിട്ട് ബന്ധമില്ലാത്ത ഇവിടെ ആരുമായിട്ട് ബന്ധമില്ല? നമ്മുടെ നടുവിലൂടെ പോകുന്ന ആർക്ക് ബന്ധമില്ല? മിഡ്രിപ്പിന്, മധ്യസ്വരവുമായിട്ട് ബന്ധമില്ല. പലതരത്തിലുള്ള ലീവ്സിനെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. പലതരത്തിലുള്ള സിമ്പിൾ ലീവ്സിനെയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പല രീതിയിലുള്ള, നമ്മൾ ഇന്നലെ പറഞ്ഞ ഇങ്ങനെ വേവി ആയിട്ടുള്ള, ഇങ്ങനെ വേവി ആയിട്ടിരിക്കുന്ന, ഇങ്ങനെയൊക്കെ വേവി ആയിട്ടുള്ള ലീവ്സ് ഉണ്ടായിരിക്കും. ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന ലീവ്സ് ഒക്കെ ഉണ്ട്. ഈ ഒരു തരത്തിലുള്ള ലീവ്സ് ഒക്കെ ഉണ്ടായിരിക്കും, അല്ലേ? അപ്പൊ ഇത് ആക്ച്വലി ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ വേവ്സ് അല്ലെങ്കിൽ ലോബ്സ് ഉണ്ടെങ്കിൽ പോലും ഈ ലോബ്സിന് മിഡ്രിപ്പുമായിട്ട് വലിയ ബന്ധം വരുന്നില്ല. മിഡ്രിപ്പുമായിട്ട് അല്ലെങ്കിൽ മധ്യസ്ഥരവുമായിട്ട് ബന്ധമില്ല. ഇങ്ങനെ മടക്കുണ്ടെങ്കിലും ഇവിടെ വന്ന് ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഇവിടെ വന്ന് സ്റ്റോപ്പ് ചെയ്യുന്നു. ഇവിടെ ഇങ്ങനെ തട്ടിയില്ല എന്നുള്ള ലെവലില് ഇങ്ങനെ ഇവിടെ വന്ന് സ്റ്റോപ്പ് ചെയ്യും. അത് മിഡ്രിപ്പുമായിട്ട് യാതൊരു ബന്ധം ഉണ്ടായിരിക്കത്തില്ല. അതാണ് മലയാളത്തിൽ പറഞ്ഞത്, അഖണ്ഡമായിരിക്കും, പത്രഫലകം അഖണ്ഡമായിരിക്കും. അതായത് ഇങ്ങനെയുള്ളതായിരിക്കും, ഈ രീതിയിലുള്ളതായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ഛേദിക്കപ്പെട്ടതായിരിക്കും. എന്നിരുന്നാലും നമ്മുടെ മധ്യസ്ഥലവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒറ്റ
എപ്പിപോഡിയമായിട്ട് കാണുന്ന, ഒറ്റ ലാമിനയായിട്ട് കാണുന്ന, ഒറ്റ പത്രഫലകമായിട്ട് കാണുന്ന ഇലകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇവിടെ സിമ്പിൾ ലീവ്സ് എന്ന് വിളിക്കുന്നു. സിമ്പിൾ ലീവ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ. രണ്ടാമത്തത് കോമ്പൗണ്ട് ലീവ്സ് ആണ്. നമുക്ക് ഇങ്ങനെ ഒന്ന് നോക്കാം. ഇപ്പം നമ്മൾ സാധാരണ ഞാൻ ഈ സിംഗിൾ ലീഫിന്റെ ഒരു ഛേദം ഞാൻ ഇവിടെ വരയ്ക്കുകയാണ്, മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ഒരു ഛേദം ഞാൻ ഇങ്ങനെ വരച്ചു. ഓക്കെ, ഇതിന്റെ ഒരു ഛേദമാണ്, ഇതിന്റെ ഒരു ഛേദം, ഈ സിംഗിൾ ലീഫിന്റെ ഒരു ഛേദം വരച്ചു. ഇനി കോമ്പൗണ്ട് ലീഫ് ആണെങ്കിൽ ഇങ്ങനെയായിരിക്കും നിൽക്കുന്നത്, ഇങ്ങനെയായിരിക്കും നിൽക്കുന്നത്, ഈ ഒരു ലെവലിലായിരിക്കും നിൽക്കുന്നത്. ഇങ്ങനെ നിൽക്കുന്ന ലീഫ് ആയിരിക്കും ആക്ച്വലി കോമ്പൗണ്ട് ലീഫ് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്തുവാ? എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അവിടെ എന്തായിരിക്കും സംയുക്തപത്രം എന്ന് പറയുമ്പോഴത്തേക്ക്? സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞു, ലഘുപത്രത്തിന് സിമ്പിൾ ലീവ്സിന് ആരുമായിട്ട് ബന്ധമില്ല. ആരുമായിട്ട് ബന്ധമില്ല? ആരുമായിട്ട് ബന്ധമില്ല? മിഡ്രിബുമായിട്ട്, മധ്യസ്വരവുമായിട്ട് ബന്ധം ഉണ്ടായിരിക്കത്തില്ല. അപ്പൊ അങ്ങനെ തന്നെയാണ് നമ്മൾ സംയുക്തപത്രം പറയേണ്ടത്. അതായത് പത്രഫലകത്തിലുള്ള, ലീഫ് ലാമിനയിലുള്ള, ലീഫ് ബോർഡിലുള്ള, എപ്പിപോഡിയത്തിലുള്ള അല്ലെങ്കിൽ എപ്പിപോഡിയത്തിലെ ഛേദം മധ്യസിര തൊട്ടാൽ, മധ്യസിരയുമായിട്ട് ബന്ധം വന്നാൽ, മധ്യസിരയുമായിട്ട് റിലേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇലയ്ക്ക് കുറെ ഖണ്ഡങ്ങളായി മാറുന്നു. ഇല കുറെ ഖണ്ഡങ്ങളായിട്ട് മാറുന്നു. A leaf with 2 or more lamina. സിമ്പിൾ ആയിട്ട് പറയുമ്പോൾ അങ്ങനെ പറയാം. ഓക്കെ, a leaf with 2 or more lamina. അതായത് പത്രഫലകത്തിലുള്ള ഛേദം മധ്യസിര തൊട്ടാൽ ഇലയ്ക്ക് കുറെ ഖണ്ഡങ്ങൾ കാണപ്പെടുന്നു, കുറെ ഛേദങ്ങൾ കാണപ്പെടുന്നു. അത്തരത്തിലുള്ള പത്രത്തെയാണ്, അത്തരത്തിലുള്ള ഇലകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സംയുക്ത പത്രം എന്ന് വിളിക്കുന്നത്. ഇങ്ങനെയുള്ള ഈ ഇലയുടെ ഖണ്ഡങ്ങളെ ഇങ്ങനെ ആ മിഡ്രിബ് തൊട്ട് നിൽക്കുന്ന, മധ്യസിര തൊട്ട് നിൽക്കുന്ന, ഇങ്ങനെ ഈ മധ്യസിര തൊട്ട് നിൽക്കുന്ന, ഈ മധ്യസിര ഇങ്ങനെ ഈ മധ്യസിര തൊട്ട് നിൽക്കുന്ന ഓരോ ഖണ്ഡങ്ങളെയും സംയുക്ത പത്രത്തിന്റെ കാര്യത്തിൽ നമ്മൾ ഒരു പേര് വിളിക്കും. ഈ ഓരോ ഖണ്ഡങ്ങളെയും നമ്മൾ എന്ത് ചെയ്യും? ഒരു പേര് വിളിക്കും. ഈ ഓരോ ഖണ്ഡത്തിനെയും നമ്മൾ ഒരു പേര് വിളിക്കും. എന്തെന്ന് വിളിക്കും? അങ്ങനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓരോ ഖണ്ഡത്തിന്, ഓരോ ഇലയുടെ ഖണ്ഡത്തിനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് വിളിക്കും? In compound leaf, each lamina is known as leaflet അഥവാ മലയാളത്തിൽ ഇങ്ങനെ പറഞ്ഞു പത്രകങ്ങൾ. എന്താണ്? പത്രകങ്ങൾ. ഒരു മലയാളം വേർഡും കൂടെ, പത്രകങ്ങൾ. ലീഫ്ലെറ്റ്സ്, പത്രകങ്ങൾ. ഓക്കെ, മനസ്സിലായോടെ? മനസ്സിലാവുന്നുണ്ടോ? കിട്ടുന്നുണ്ടോ? ഓക്കെ. അപ്പം ലഘുപത്രം, സംയുക്തപത്രം എന്താണെന്ന് മനസ്സിലായി. ഇനി ലഘുപത്രത്തിന് ഒരു എക്സാമ്പിൾ പറഞ്ഞു. നിങ്ങൾ ഏത് പറയും? നിങ്ങൾക്ക് അറിയാവുന്നുള്ളത് പറഞ്ഞോ, കണ്ടിട്ടുള്ളവർ അറിയാവുന്നുള്ളത് പറഞ്ഞോ. ലഘുപത്രത്തിന് ഒരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞ ചെമ്പരത്തി, ചൈന റോസ, ഹൈബിസ്കസ് റോസ സൈനൻസിസ്, പിന്നെ ഒരുപാട് പറയാം, ടപ്പിയോക്ക, അല്ലെ, നമ്മുടെ മരച്ചീനി എന്ന് പറയുന്ന മാനിഹോട്ട് യൂട്ടിലിസമ എന്ന് പറയുന്ന മരച്ചീനി, പിന്നെ എന്താണ് പേരമരത്തിന്റെ ഇല. പേരമരം സിമ്പിൾ ലീഫ് തന്നെയാണോ? ഉറപ്പാണല്ലോ. പേരമരം, പപ്പായ അല്ലെ, ഒരുപാടുണ്ട്. എന്താണ്? മുല്ല.
നോക്കിക്കഴിഞ്ഞാൽ ഒരുപാടെണ്ണം ഉണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാടെണ്ണം ഉണ്ട്. ചോദിക്കാം. കൂടുതലും നിങ്ങളോട് ഇങ്ങനെയൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഇതിന്റെയൊക്കെ സയന്റിഫിക് നെയിം ആയിരിക്കും സാധാരണ ക്വസ്റ്റ്യനിൽ കാണാറുള്ളത്. അതും കൂടി പഠിച്ചോളണം. ഓക്കെ ഓക്കെ. രണ്ടാമത് നമ്മൾ പറഞ്ഞ സംയുക്ത പത്രം, അതായത് ഇലയുടെ ഖണ്ഡങ്ങൾ അല്ലെങ്കിൽ രണ്ടോ അതിൽ കൂടുതലോ ലാമിനകളുള്ള അല്ലെങ്കിൽ ഇലയുടെ ഖണ്ഡങ്ങൾ പത്രഫലകത്തിലുള്ള ഛേദം മധ്യസിരയിൽ തൊട്ട് കഴിഞ്ഞാല്, അതായത് ഈ പത്രഫലകത്തിൽ ഉണ്ടാകുന്ന ഇങ്ങനെ ഉണ്ടാകുന്ന ഇവിടെ നമ്മൾ സിമ്പിൾ ലീഫിൽ കണ്ട ഇങ്ങനെയുള്ള ഈ ഛേദങ്ങൾ വന്നിട്ട് ഇങ്ങനെയുള്ള ഈ ഛേദങ്ങൾ വന്ന് ഇതുപോലെ ലാമിനയുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ലാമിനയിൽ ഇങ്ങനെ ലാമിനയിൽ തൊട്ട് കഴിഞ്ഞാല് അതിനെ വിളിക്കുന്ന പേരാണ് കോമ്പൗണ്ട് ലീഫ്. അങ്ങനെ ഉണ്ടാകുന്ന ഓരോ ഖണ്ഡങ്ങളെയും നമ്മൾ വിളിക്കും ലീഫ്ലെറ്റ് അഥവാ പത്രകങ്ങൾ. ക്ലിയർ ആയാടെ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ ഇങ്ങനെയുള്ള നമ്മുടെ ഈ സംയുക്ത പത്രം നമ്മൾ എടുത്തു കഴിഞ്ഞാല് ഇങ്ങനെയുള്ള ഈ സംയുക്ത പത്രം കോമ്പൗണ്ട് ലീഫ് നമ്മൾ എടുത്താൽ ഈ കോമ്പൗണ്ട് ലീഫ് പ്രധാനമായിട്ടും നമ്മൾ രണ്ട് കാറ്റഗറൈസ് ചെയ്ത് പറയാൻ പറ്റും. കോമ്പൗണ്ട് ലീഫിനെ നമുക്ക് രണ്ട് കാറ്റഗറി ആയിട്ട് രണ്ട് തരത്തിൽ വിഭജിക്കാൻ പറ്റും. കോമ്പൗണ്ട് ലീഫിനെ ഓക്കെ, അതായത് കോമ്പൗണ്ട് ലീവ്സ് ആർ 2 types. ഓക്കെ, അപ്പം ഒന്ന് എന്താണ് അതിനെ വിളിക്കുന്നത് പിന്നേറ്റിലി കോമ്പൗണ്ട് ലീഫ്. രണ്ടാമത്തത് പാമേറ്റിലി കോമ്പൗണ്ട് ലീഫ്. പിന്നേറ്റിലി കോമ്പൗണ്ട് ലീഫ് ആൻഡ് പാമേറ്റിലി കോമ്പൗണ്ട് ലീഫ്. പിന്നേറ്റിലി കോമ്പൗണ്ട് ലീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന് മലയാളമുണ്ട്. മലയാളം നോക്കണം. അതിന് മലയാളമുണ്ട്. ഓക്കെ, മലയാളം നോക്കുക. അതിന്റെ മലയാളം എന്ന് പറയുന്നത് പിച്ചകം എന്നാണ്. പിച്ചക ഇലകൾ കേട്ടോ. പിച്ചക ഇലകൾ. ചന്ദ്രകല വേണ്ട. പിച്ചകം. ഇങ്ങനെ പിച്ചകം ഇതാണെങ്കിൽ പാം എന്ന് വെച്ചാൽ കൈ ആണല്ലോ, അതുകൊണ്ട് ഹസ്തകം മറന്നുപോലെ. അപ്പൊ ആരെയാണ് രണ്ടായിട്ട് വിഭജിച്ചിരിക്കുന്നത്? നമ്മുടെ സംയുക്ത പത്രത്തെ കോമ്പൗണ്ട് ലീഫിനെ വീണ്ടും രണ്ടായി തരംതിരിക്കുന്നു. ഒന്ന് പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫ്, രണ്ട് പാമേറ്റ്ലി കോമ്പൗണ്ട് ലീഫ്. പിന്നേറ്റ്ലി മീൻസ് പിച്ചക ഇലകളെന്നും രണ്ടാമത്തത് പാമേറ്റ്ലി മീൻസ് ഹസ്തക സംയുക്ത പത്രങ്ങൾ. പിച്ചക സംയുക്ത പത്രങ്ങളെന്നും ഹസ്തക സംയുക്ത പത്രങ്ങളെന്നും സംയുക്ത പത്രത്തെ രണ്ടായി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു, തരംതിരിച്ചിരിക്കുന്നു. പിന്നേറ്റ്ലി ആൻഡ് പാമേറ്റ്ലി. പിച്ചകം ഹസ്തകം. ഓക്കെ, പിച്ചകവും ഹസ്തകം. അപ്പൊ ഇനി എന്താണ് പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫ്? അതായത് നമ്മുടെ പിച്ചക ഇലകൾ അല്ലെങ്കിൽ പിച്ചക സംയുക്ത പത്രം. എന്താണ് പിച്ചക സംയുക്ത പത്രം? അല്ലെങ്കിൽ അതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ചോദിച്ചാൽ എങ്ങനെ എഴുതും? എന്താണ് പിച്ചക സംയുക്ത പത്രം എന്ന് പറയുന്നത്? പിച്ചകം ഒന്നുമില്ല, ഞാൻ നേരത്തെ വരച്ചതുപോലെ സിമ്പിൾ ആയിട്ട് നമ്മൾ നോർമൽ ഒരു നോർമൽ ഇലയുടെ ഒരു പകുതി ഭാഗം ഞാൻ വരയ്ക്കുന്നു. സിമ്പിൾ കോമ്പൗണ്ട് ലീഫ് എന്ന് പറയുന്ന വരയ്ക്കുന്നു. ഇതിൽ തന്നെ പിച്ചകമാണെങ്കിൽ നോർമലായിട്ട് ഇങ്ങനെ ആയിരിക്കും. നോർമലായിട്ട് ഈ ലെവലിലായിരിക്കും കാണപ്പെടുന്നത്. അല്ലാതെ അത് പിച്ചകമാവുകയാണെങ്കിൽ ആ ലീവ്സ് എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും. ഇങ്ങനെ വന്ന് ഇങ്ങനെ ഒരെണ്ണം, ഓക്കെ, ഇങ്ങനെ ഒരെണ്ണം വരും. പിന്നെ അടുത്തത് ഇങ്ങനെ ഒരെണ്ണം വരും. അടുത്തത് ഇങ്ങനെ ഒരെണ്ണം വരും. അടുത്തത് ഇങ്ങനെ ഒരു ലീഫ്.
അടുത്തത് ഇങ്ങനെ ഒരു ലീഫ്. ഇതായിരിക്കും പിച്ചക ഇലകൾ എന്ന് പറയും. പിച്ചക ഇലകൾ. ഓക്കെ, അപ്പം ഇവിടെ നോക്കിക്കോണം. ഈ പിച്ചകത്തില്, പിച്ചക സംയുക്ത പത്രത്തില് ഇതിനെ നമ്മൾ എന്ത് വിളിച്ചു? ഇവരാരാണ് ഈ വരച്ചിരിക്കുന്ന ഈ ആൾക്കാരെ പേരെന്തുവാണ്? ഈ ആൾക്കാരുടെ പേരെന്തുവാണ്? എന്താണ്? ഇതാരാണ്? പറയേ. പത്രകം, ലീഫ്ലെറ്റ് ആണ്, പത്രകമാണ്. ഈ പത്രകം ആരുമായിട്ടാണ് ഈ പത്രകത്തെ ഇപ്പൊ കണക്ട് ചെയ്ത് നിൽക്കുന്നത്? ആരുമായിട്ടാണ് ഈ പത്രകം കണക്ട് ചെയ്ത് നിൽക്കുന്നത്? ഈ പത്രകം ആരുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നു? അല്ല, കോമൺ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ എന്ത് പറയും? കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ എന്ത് പറയും? കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ എന്ത് പറയും? മധ്യസിര, മിഡ്രിബ് അല്ലേ? ഈ ആക്ച്വലി റാച്ചസ് ഈസ് നത്തിങ് ബട്ട് എന്താണ്? മിഡ്രിബ് എന്നുള്ളതാണ്. അതായത് മിഡ്രിബ് തന്നെയാണ് എന്തായിട്ട് മാറുന്നത് ഇവിടെ. മിഡ്രിബ് തന്നെയാണ് ആക്ച്വലി സംയുക്ത. സിമ്പിൾ ലീഫിലാണെങ്കിൽ നമ്മൾ അതിനെ മിഡ്രിബ് ആണ് ഇവിടെ സിമ്പിൾ ലീഫ് ഇങ്ങനെ വരച്ചിരിക്കുന്നത്. സിമ്പിൾ ലീഫ് ആണെങ്കിൽ ഇതിനെ നമ്മൾ എന്താ വിളിച്ചത്? സിമ്പിൾ ലീഫിന്റെ കാര്യത്തിൽ എന്തായിരുന്നു? എന്തായിരുന്നു? ദിസ് ഇസ് എ മിഡ്രിബ്, മധ്യസിരയായിരുന്നു. പക്ഷെ കോമ്പൗണ്ട് ലീഫിലേക്ക് വന്നപ്പോൾ, സംയുക്ത പത്രത്തിലേക്ക് വന്നപ്പോൾ ആ മിഡ്രിബ് എന്തായിട്ട് മാറി? അത് വേറെ പേരിലേക്ക് മാറി. അത് നമ്മൾ വിളിച്ച പേരാണ് എന്തെന്ന് പറയുന്നത്? അതിനെ വിളിച്ച പേരാണ് റാച്ചിസ്. എന്താണ്? റാച്ചിസ് എന്ന് പറയും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റാച്ചിസ്. ഓക്കെ, റാച്ചിസ്. ഓക്കെ, അപ്പൊ ഇതാണ് പിന്നേറ്റ്ലി അതായത് അപ്പം എന്താണ് പിച്ചക സംയുക്ത പത്രം? ഒന്നുമില്ല, മധ്യസിരയ്ക്ക്, അങ്ങനെ തന്നെ ചോദിക്കും ചില സ്റ്റേറ്റ്മെന്റ്. മധ്യസിരയ്ക്ക് വശങ്ങളിലാണ് പത്രഫലകങ്ങളെങ്കിൽ, മധ്യസിരയ്ക്ക് വശങ്ങളിൽ വേണ്ട, ഇതാണ് മധ്യസിര. നമ്മളത് റാച്ചിസം ഇപ്പൊ വിളിക്കുന്നു. ഈ മധ്യസിരയ്ക്ക് വശങ്ങളിലാണ്, വശങ്ങളിലായിട്ട് ഇവിടെ ലീഫ് നിൽക്കുന്നു. വശങ്ങളിലായിട്ട് ഓരോ ലീഫ് നിൽക്കുന്നു. ഓക്കെ, ലീഫല്ല, പത്രകങ്ങൾ അല്ലേ? പത്രകങ്ങൾ നിൽക്കുന്നു, ലീഫ്ലെറ്റ് നിൽക്കുന്നു. അങ്ങനെ വശങ്ങളിലേക്ക് നിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ള ഇലകളെ ആണ് പിച്ചക സംയുക്ത പത്രം എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞ പാമേറ്റ്ലി കോമ്പൗണ്ട് ലീഫ്, ഹസ്തക സംയുക്ത പത്രം. ഓക്കെ, പാമേറ്റ്ലി കോമ്പൗണ്ട് ലീഫ്. അപ്പൊ എന്താണ് ഹസ്തക സംയുക്ത പത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആക്ച്വലി നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും. ഇവിടെ പറയാൻ പറ്റും. അങ്ങനെയാണ് പരീക്ഷയിൽ ചോദിക്കുന്നത് കേട്ടോ. ഓക്കെ, അങ്ങനെ ലീഫ് എന്ന് വിചാരിച്ചോ. ഓക്കെ, അപ്പം ഈ പാമേറ്റ്ലി കോമ്പൗണ്ട് ലീഫില് നിങ്ങൾ നോക്കിയേ, ഈ ഓരോന്നും എന്താണ്? ഇതൊന്ന്, ഇതൊക്കെ എന്താണ്? ഇതിനൊക്കെ എന്താ വിളിക്കുന്നത്? ഇതൊക്കെ എന്താണ്? പറയേ. ഇവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്രകങ്ങളാണ്, ലീഫ്ലെറ്റ് ആണ്, പത്രകമാണല്ലോ. ഇവരെല്ലാം പത്രകമാണല്ലോ, ലീഫ്ലെറ്റ് ആണല്ലോ. നോക്കിയോ, ഇനി ലീഫ്ലെറ്റിന്റെ നടുവിൽ ഞാൻ ഈ വരച്ചിരിക്കുന്ന ഇതാരാണ്? ഇതാരാ? മിഡ്രിബ് ആണല്ലോ, മിഡ്രിബ് ആണ്. ഇത് നിങ്ങൾ പറഞ്ഞ എന്താ വ്യത്യാസം? പാമേറ്റ്ലി കോമ്പൗണ്ടും പിന്നേറ്റ്ലി കോമ്പൗണ്ടുള്ള വ്യത്യാസം നിങ്ങൾ പറഞ്ഞേ. പിച്ചക ഹസ്തമുള്ള വ്യത്യാസം പറഞ്ഞേ. പിച്ചകത്തിൽ ഓരോ ലീഫ്ലെറ്റും ഓരോ പത്രകവും ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പിച്ചകത്തിൽ
ഓരോ ഓരോ പത്രകവും മധ്യസിര ബ്രാക്കറ്റില് റാച്ചിസ് എന്ന് എഴുതിക്കോണം. കാരണം കോമ്പൗണ്ട് ലീഫിന്റെ കാര്യത്തില് സംയുക്ത പത്രത്തിൽ അതായത് റാച്ചിസ് എന്നാണ് പറയുന്നത് മധ്യസിരയെ. അപ്പൊ പിക്ചറത്തില് ഓരോ പത്രകവും മധ്യസിരയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, കണക്ട് ചെയ്തിരിക്കുന്നു, ബന്ധിച്ചിരിക്കുന്നു. ഓരോ പത്രവും. എന്നാൽ ഇവിടെ ആരുമായിട്ടാണ് ബന്ധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞേ? എന്നാൽ ഇവിടെ ആരുമായിട്ടാണ് ബന്ധിച്ചിരിക്കുന്നത്? ഓരോ പത്രത്തെയും പറഞ്ഞേ. ഇതെന്താണ് സാധനം? ഇതെന്താ സാധനം? ഇവിടെ ഇതെന്താ? ഇവിടെ ഇതെന്താ ഇലയുടെ ഏത് ഭാഗം ഇത്? പീറ്റിയോട് ഇലഞ്ഞെട്ട് അല്ലേ? പീറ്റിയോള് അല്ലേ? ഇലഞ്ഞെട്ട് പീറ്റിയോള്. അപ്പൊ ഇവിടെയും പീറ്റിയോളല്ലേ ഇത്? ഇത് ഇലഞ്ഞെട്ടല്ലേ? ആണോ? അപ്പൊ പാലേറ്റ്ലി കോമ്പൗണ്ട് ലീഫിൽ ഹസ്തക സംയുക്ത പത്രത്തിൽ ഓരോ പത്രകവും എന്തുമായിട്ട് ബന്ധിച്ചിരിക്കുന്നു? ആരുമായിട്ടാണ് ബന്ധിച്ചിരിക്കുന്നത്? ആരുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? ആരുമായിട്ടാണ്? മിഡ്രിപ്പുമായിട്ടല്ല അല്ലേ? ആരുടെ? ഇലഞ്ഞെട്ട് ടിപ്പ് ഓഫ് ദ പീറ്റിയോൾ അല്ലേ? അതായത് ഹസ്തകത്തില് പീറ്റിയോളിന്റെ ടിപ്പിലാണ് ഇങ്ങനെ മിഡ്രിപ്പ് കണക്ട് ചെയ്തിരിക്കുന്നത്. പീറ്റിയോളിന്റെ ടിപ്പിലാണ്. അതിൽ നിന്നാണ് ലീഫ് ഒറിജിനേറ്റ് ഇങ്ങനെ പോയിരിക്കുന്നത്. ലീഫ് സെറ്റ് ഇങ്ങനെ ഇരിക്കുന്നത്. മിഡ്രിപ്പ് കണക്ട് ചെയ്തിരിക്കുന്നത് പീറ്റിയോളിന്റെ ടിപ്പിലാണ്. ഇലഞ്ഞെട്ടിന്റെ അഗ്രഭാഗവുമായിട്ടാണ് എന്ത് കണക്ട് ചെയ്തിരിക്കുന്നത്? അപ്പം ഹസ്തകത്തിൽ ഇലഞ്ഞെട്ടിന്റെ അഗ്രവുമായാണ് ആരെ ബന്ധിച്ചിരിക്കുന്നത്? ഓരോ പത്രകവും അല്ലേ? ഓരോ പത്രകവും ബന്ധിച്ചിരിക്കുന്നത്. മനസ്സിലായോ ഡിഫറൻസ്? ആ ഡിഫറൻസ് മനസ്സിലായോടെ? ക്ലിയർ അല്ലേ? അപ്പൊ ആ ഒരു സംഭവം ഓക്കെ അല്ലേ? ഞാൻ പറഞ്ഞത് ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇതാണ് ഡിഫറൻസ് എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ സിമ്പിൾ ആയിട്ട് നിങ്ങൾ പ്ലസ് 2 പ്ലസ് 1 പഠിച്ചുകൊണ്ട് പോകും. എന്താണ് പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫ്, എന്താണ് പാമേറ്റ്ലി കോമ്പൗണ്ട് ലീഫ്സ് എന്നുള്ള കാര്യം പഠിച്ചുകൊണ്ട് പോകും. പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫ്സ് ലീഫ്ലെറ്റ്സ് അറേഞ്ച്ഡ് അലോങ് 2 sides ഓഫ് ദ റാച്ചിസ്. റാച്ചിസിന്റെ രണ്ട് വശങ്ങൾ, ഇത് റാച്ചിസ് അല്ലെങ്കിൽ മധ്യസിര എന്ന മിഡ്രിപ്പിന്റെ രണ്ട് വശങ്ങളിലും ഇങ്ങനെ ലീഫ്ലെറ്റുകൾ, പത്രങ്ങൾ കേന്ദ്രീകരിച്ചിരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫ്. ഇനി പാമേറ്റ്ലി കോമ്പൗണ്ട് ലീഫ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് the leaflets are attached to the tip of the rachis like finger like palms. അത് റാച്ചിസ്, ടിപ്പ് ഓഫ് ദ റാച്ചിസ് എന്ന് പോലും പറയാൻ പറ്റത്തില്ല. അത് തെറ്റാണ്. ആക്ച്വലി ടിപ്പ് ഓഫ് ദ റാച്ചിസ് അല്ല, പിന്നെന്താണ്? ടിപ്പ് ഓഫ് ദി പീറ്റിയോൾ ആണ്. അവിടെ റാച്ചിസ് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ടിപ്പ് ഓഫ് ദി പീറ്റിയോൾ നിങ്ങൾ പല ടെക്സ്റ്റിലും വായിക്കുമ്പോഴത്തേക്ക് ടിപ്പ് ഓഫ് ദ റാച്ചിസ് എന്ന് കാണും. കറക്റ്റ് പിന്നെ പാമേറ്റ്ലി കോമ്പൗണ്ട് ലീഫ്സ് എന്ന് വെച്ചാൽ ടിപ്പ് ഓഫ് ദ പീറ്റിയോൾ ആണ്. ഇലഞ്ഞെട്ടിന്റെ അഗ്രവുമായിട്ടാണ് ആര് കണക്ട് ചെയ്തിരിക്കുന്നത്? നമ്മുടെ ഓരോ ലീഫ്ലെറ്റ്സും പാമേറ്റ്ലി കോമ്പൗണ്ട് ലീഫിൽ കണക്ട് ചെയ്തിരിക്കുന്നു. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായ? ഇനി എക്സാമ്പിൾ പറഞ്ഞേ. പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫ്സിന് എക്സാമ്പിൾ പറഞ്ഞേ. ഇങ്ങനെ കാണപ്പെടുന്ന ലീഫ്സ്. ഞാൻ ഈ ഇല ഇങ്ങനെ വരച്ചപ്പോഴത്തേക്ക് ഈ ഇല ഏതാ? ഇത് ഈ രൂപത്തിരിക്കും.
വേപ്പില, കറിവേപ്പില, പുളിയില, അല്ലേ? ഇതാണെങ്കിൽ ഈ ഒരു ലീവിലാണ് പുളിയില ഇരിക്കുന്നത്. ടാമറിന്റെ ഇൻഡിക്കസ് എന്ന് പറയുന്ന പുളിയില, അതുപോലെ നമ്മുടെ നീം, വേപ്പ്, പിന്നെ അതുകൊണ്ട് നമ്മുടെ രാജമല്ലി, അല്ലേ? രാജമല്ലി കണ്ടിട്ടില്ലേ? സീസാൽ പിനിയ പച്ചറിന് രാജമല്ലി അറിയാലോ. രാജമല്ലി അറിയാമോ? അറിയാം. അപ്പൊ രാജമല്ലി ഇതൊക്കെ. അതുപോലെ തന്നെ റോസും പിന്നേറ്റിലും അല്ലേ? റോസൊക്കെ പിന്നീട് ഇപ്പൊ തൊട്ടടുത്ത് പഠിക്കുമ്പോൾ റോസൊക്കെ സെപ്പറേറ്റ് നമ്മൾ പഠിക്കും, ഇല്ലേ? റോസ് നമ്മൾ വരയ്ക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ലീഫ് കാണും. പിന്നെ അതിന്റെ റാച്ചസ് ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഒരു ഷെത്ത് ഇങ്ങനെ ഉണ്ടായിരിക്കും. ഈ ഷെത്ത് നമ്മൾ എന്തെങ്കിലും ഒരു പേര് വിളിച്ചതാണ്. ഇങ്ങനെ 2 വർഷത്തെ കാണപ്പെടുന്ന ഈ സാധനത്തിന് എന്താ വിളിച്ചത്? പറയേ റോസയുടെ ഇല ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്? ഇങ്ങനെയല്ലേ ഇരിക്കുന്നത് റോസയുടെ ഇല, അല്ലേ? അതിന്റെ ആ ഇലയുടെ താഴെ നോക്കിക്കഴിഞ്ഞാല്, ഇലയുടെ താഴെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ 2 സംഭവം കാണും. ഇതിന് നമ്മൾ എന്താ പഠിച്ചത്? ഇങ്ങനെ ഇരിക്കുന്ന സാധനത്തിന് അതിന്റെ പീറ്റ്യൂളിന്റെ സ്റ്റിപ്യൂൾസ് അപ്പോൾ ഉടനെ ഇപ്പൊ പഠിക്കും നമ്മൾ. ഉടനെ ഇപ്പൊ നമ്മൾ ആ ഒരു കാറ്റഗറിയിലേക്ക് വരും. അപ്പൊ ഇങ്ങനെയുള്ള റോസ, രാജമല്ലി, ഇപ്പൊ റോസ വരാം. റോസയൊക്കെ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഈ രീതിയിലാണ് റോസ ഇരിക്കുന്നത്. അപ്പൊ ഇത് സെപ്പറേറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ അത് വരും. ഇനി പാമേറ്റ്ലി കോമ്പൗണ്ട് ആണെങ്കിലോ? പറഞ്ഞേ. പാമേറ്റ്ലി കോമ്പൗണ്ട് ആണെങ്കിലോ? മരച്ചീനി വരും. പിന്നെ ബൊംബാക്സ് വരും, അല്ലേ? ബൊംബാക്സ് എന്ന് അറിയാമോ? ഇലവ് എന്ന് പറയും. ഇലവ് നമ്മൾ ട്രിവാൻഡ്രംകാരനൊക്കെ ആണെങ്കിൽ നാട്ടിൻപുറത്ത് വേറൊരു പേരോടെ വിളിക്കും ഇലവിനെ. എന്താണ് അറിയാമോ? ഇലവ് എന്ന് പറഞ്ഞാൽ അറിയാമോ എന്താണെന്ന്? അറിയാമോ ഇലവ് എന്താണെന്ന് അറിയാമോ? പഞ്ഞിക്ക മരം എന്ന് പറയും. പഞ്ഞി പിടിക്കുന്ന മരം, പിടിക്കുന്ന മരം. ഇങ്ങനെ വലിയ കായ ഇങ്ങനെ ഉണ്ടാവും. വലിയ നല്ല പച്ച നിറത്തിൽ പിടിക്കും. പിന്നെ അത് ഉണങ്ങുമ്പോഴത്തേക്ക് ഒരു ബ്രൗൺ നിറമായിട്ട് മാറും. ഇതിനകത്ത് നല്ല നാച്ചുറൽ ആയിട്ടുള്ള കോട്ടണോ അതിന്റെ അരി, കറുത്ത നിറത്തുള്ള അരിയൊക്കെ ഉണ്ട്. അറിയാമോ? ഈ അരി നമ്മളെടുത്ത് ഈ അരി നമ്മൾ കഴിക്കുകയൊക്കെ ചെയ്യും. ഈ പഞ്ഞി നമ്മൾ തലയോടെ ഉണ്ടാക്കാനായിട്ടൊക്കെ എടുക്കും. നല്ല അടിപൊളി പഞ്ഞിയാണ്. കണ്ടിട്ടുണ്ടല്ലോ? ഭയങ്കര ഭീകരമായിട്ട് വളർന്നു പോകുന്ന ഒരു പ്ലാന്റ് ആണ് ഇലവ്. അതിനാണ് ഇലവ് എന്ന് പറയുന്നത്. ആ ഇലവിന്റെ ലീഫ്, ഇതിന്റെ ലീഫിനെ കുറിച്ച് ഞാൻ പറയാം. നമുക്ക് പഠിക്കാനുണ്ട്. അടുത്ത അതിന്റെ സെപ്പറേറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ അത് വരും ഇലവ്. പിന്നെ വേറെ എന്തുണ്ട് കോമൺ ആയിട്ടുള്ള പാമേറ്റിലായിട്ടിരിക്കുന്ന? പിന്നെ നമ്മുടെ മാഴ്സീലിയ ഇല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ മാഴ്സീലിയ. ബോണ്ടി പഠിച്ചവർക്കും എല്ലാവർക്കും, അല്ലേ? നാട്ടുപുറത്തൊക്കെ ജീവിക്കുന്നവർക്ക് എപ്പോഴും തോട്ടിന്റെ അരികത്തൊക്കെ കാണപ്പെടുന്ന, വയലിലെ കാണപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് മാഴ്സീലിയ എന്ന് പറയുന്നത്, അല്ലേ? മാഴ്സീലിയ എന്താണ്? എവിടെയാ വരുന്നത്? ഏത് മാഴ്സീലിയ അറിയത്തില്ലേ? ഇങ്ങനെയുള്ള ഈ ഒരു ലെവലില് ലീഫ് ഇരിക്കുന്ന അറിയാമോ? ഇവിടെ ഈ ഒരു ലെവലിലുള്ള ലീഫ് നല്ല രസമാണ് ലീഫ് കാണാനായിട്ട്. അറിയാമോ? വയലിലേക്കാണ് ഇഷ്ടം പോലെ. വയലില് നമ്മൾ അക്വേറിയത്തിലൊക്കെ ഇട്ട് വളർത്താറുണ്ട് ഇതിന്റെ ഇത് മാഴ്സീലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഇറ്റ്സ് എ ഫേൺ. മാഴ്സീലിയ ഒരു ഫേൺ ആണ് കേട്ടോ. വയലിലേക്കാണ് മാഴ്സീലിയ. ഇതൊക്കെ നമ്മുടെ ഈ പറഞ്ഞ പോലുള്ള എന്താ പറയാ പാമേറ്റ്ലി കോമ്പൗണ്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹസ്തക സംയുക്ത പത്രത്തിന് ഉദാഹരണമാണ്. അപ്പം രണ്ടിന്റെയും ക്ലിയറൻസ് കിട്ടിയോ? എന്താണ് പിച്ചക സംയുക്ത പത്രവും എന്താണ് ഹസ്തക സംയുക്ത പത്രം എന്നുള്ളത് കിട്ടിയോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓല ഏതായിരിക്കും? പിച്ചകമായിരിക്കും ഹസ്തകമായിരിക്കും? തെങ്ങിന്റെ ഇല പിച്ചകമാണ്. 2 സൈഡ് റാച്ചിസിന്റെ 2 സൈഡിലും നിൽക്കുന്നത് അല്ലേ ആണ്. അത് പിച്ചകമാണ്. അത് ഹസ്തകം. പനയോല ഹസ്തകം. പനയോല ഹസ്തകമാണ്. പനയോല ഹസ്തകമാണ്.
പനയോലയാണെങ്കിൽ നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ കൂർത്ത് നിൽക്കുന്ന സാധനം, ഇങ്ങനെ കൂർത്തല്ലേ നിൽക്കുന്നല്ലേ, അത് എല്ലാം കൂടി ഒരു വശത്തല്ലേ ഇങ്ങനെ നിൽക്കുന്നത്, എല്ലാം കൂടി ഇങ്ങനെ ഒരു വശത്ത് ഇങ്ങനെ ഒന്ന് നിൽക്കുന്നതല്ലേ. ഒരുപാട് ഇത് കാണും, ഇങ്ങനെ നിരന്ന് 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 ഇഷ്ടംപോലെ കാണും. ഇങ്ങനെ നിൽക്കുന്നൊരു സാധനമാണല്ലോ പന. അത് ഹസ്തകമാണ്, അതിൽ സംശയമൊന്നും വേണ്ട. ഓക്കെ, അപ്പൊ കിട്ടിയോ ഈ സംഭവം? പിന്നെ ഹസ്തകവും പിച്ചകവും ഓക്കെ ആണോ? സിമ്പിൾ അല്ലേ? ഓക്കെ ഇല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ഒറ്റ ടപ്പിയോക്ക, ടപ്പിയോക്ക, മരച്ചീനി ടപ്പിയോക്ക, ടപ്പിയോക്ക, മരച്ചീനിയോ? സോറി, മരച്ചീനി സിമ്പിൾ ലീഫ് ആയിട്ട് പറഞ്ഞായിരുന്നു ഞാൻ. മരച്ചീനി മരച്ചീനി സിമ്പിൾ ലീഫ് ആണല്ലോ ആക്ച്വലി. അതാണ് അതാണ് നമ്മൾ ഇന്നലെ ശ്രദ്ധിച്ചിരുന്നത്. ഞാൻ നിങ്ങൾ പറയുന്നതെന്ന് പറഞ്ഞു. മരച്ചീനി സിമ്പിൾ ലീഫാ. മരച്ചീനി വെരി ഗുഡ്, വെരി ഗുഡ്. മരച്ചീനി ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്, ഇങ്ങനെ വന്നിട്ട് ഇതിലിരിക്കണമെങ്കിലും മൊത്തോടെ ഇങ്ങനെ കവർ ചെയ്തിരിക്കുന്നു അല്ലേ, അല്ലേ? അല്ലെങ്കിൽ മൊത്തോടെ കവർ ചെയ്തിരിക്കുന്നത്, ഒറ്റ ലീഫായിട്ടിരിക്കുന്നത്. ഈ ലീഫ്ലെറ്റ് സെപ്പറേഷൻ ഉണ്ടോ മരച്ചീനിക്ക്? ഉണ്ടോ? മരച്ചീനിക്ക് ലീഫ്ലെറ്റ് സെപ്പറേഷൻ ഉണ്ടോ? ഇല്ല, 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 ഇല്ല. അപ്പൊ സിമ്പിൾ, വെരി ഗുഡ്, സിമ്പിൾ ലീഫാണ്. ഇങ്ങനെയാണ് നമുക്ക് തെറ്റിപ്പോകുന്നത്. എത്ര സൂക്ഷ്മങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ചിലപ്പോൾ തെറ്റിപ്പോവും. എന്താണ്? കേട്ടില്ല, എന്താണ്? അല്ലല്ല, മരച്ചീനി കോമ്പൗണ്ട് ആണോ? മരച്ചീനി കോമ്പൗണ്ടർ അല്ല, ഒരുമിച്ച് പിടിച്ചിരിക്കുകയല്ലേ എന്നാ മരച്ചീനി. അല്ല, അതായത് ഈ മരച്ചീനി തല എടുത്തു കഴിഞ്ഞാൽ നമ്മളെ പീറ്റുകൾ വന്നിട്ട് ലീഫ്ലെറ്റ് ആയിട്ടല്ല, ഇങ്ങനെ ഓരോ ലീഫ്ലെറ്റ് അല്ല, ലീഫ്ലെറ്റ് അല്ല, മനസ്സിലായല്ലേ? ലീഫ്ലെറ്റ് അല്ല, ഇങ്ങനെ പീറ്റുകളിൽ അല്ലെങ്കിൽ പീറ്റുകളുടെ ടിപ്പില് ഇങ്ങനെ ലീഫ്ലെറ്റ് ആയിട്ട് നിൽക്കുകയല്ല ചെയ്യുന്നത്, ഇങ്ങനെ നിൽക്കുകയല്ല ചെയ്യുന്നത്. മരച്ചീനിയുടെ ഇല വന്നിട്ട് പീറ്റുകളിൽ വന്നിട്ട് ഈ ഇല തന്നെ ഫുള്ള് ഒരു ഇലയാണിത്, ഒരു ഇലയാണിത്, ഇങ്ങനെ, മനസ്സിലായല്ലേ? ഇങ്ങനെയുള്ളതിന് വേർഷൻ സെപ്പറേറ്റ് അല്ല. ഈ ഖണ്ഡങ്ങൾ മുറിഞ്ഞിട്ടില്ല, മനസ്സിലായി? ഖണ്ഡങ്ങൾ മുറിഞ്ഞ് ഇതിന്റെ ടിപ്പുമായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ മാത്രമേ, മനസ്സിലായില്ലേ? ഓരോ ഖണ്ഡങ്ങളായിട്ട് ഇങ്ങനെ മുറിഞ്ഞ് മുറിഞ്ഞ് ഇങ്ങനെ മുറിഞ്ഞ് 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 ഇങ്ങനെ ഇങ്ങനെ മുറിഞ്ഞ് വന്നിട്ട് അത് ഇവിടുത്തെ പീറ്റുകളുടെ ടിപ്പുമായിട്ട് മിഡ്രിപ്പ് ഇങ്ങനെ ഒന്ന് കണക്ട് ചെയ്യണമെങ്കിൽ മാത്രമാണ് എന്തെന്ന് പറയുന്നത്. അങ്ങനെ വരുവാണെങ്കിൽ മാത്രമേ എന്താവുന്നുള്ളൂ, 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 സംയുക്തപത്രം ആകുന്നുള്ളൂ. ഇതില് മരച്ചീനിയിൽ ഇതുപോലെയാണ്, മരച്ചീനിയിൽ കാണപ്പെടുന്നത് ഇതേപോലെയാണ്. ഇങ്ങനെ ലീഫ് ഇങ്ങനെ വന്ന് ഇങ്ങനെ, അത് മുറിയുന്നില്ല, ഇങ്ങനെ സിമ്പിൾ ഒരൊറ്റ ലീഫ് തന്നെയാണ്, ഒറ്റ ലീഫ് തന്നെയാണ്, ഇങ്ങനെ വന്നിട്ട് ഒറ്റ ലീഫ് തന്നെയാണ്. എങ്ങനെയാണ് ഇരിക്കുന്നത് മരച്ചീനിയുടെ? സിമ്പിളായിട്ട് വരച്ചോന്നേ ഉള്ളൂ, ഇങ്ങനെയാണ് ഇരിക്കുന്നത്, മനസ്സിലായില്ലേ? ഒരൊറ്റ ലീഫാ, കണ്ടോ? ഇങ്ങനെ ഇരിക്കുന്നത്. പപ്പായയുടെ ഇല, പപ്പായയുടെ ഇല, പപ്പായയുടെ ഇല അതുപോലെയാണെങ്കിൽ പപ്പായയുടെ സിമ്പിൾ ലീഫ്, പപ്പായ സിമ്പിൾ ലീഫ് അല്ലേ? സിമ്പിൾ ലീഫ് എന്നാണല്ലോ പറഞ്ഞത്. പപ്പായ, പപ്പായ സിമ്പിൾ ലീഫ് ആണല്ലോ, പപ്പായ സിമ്പിൾ ലീഫാ. പപ്പായൊക്കെ പപ്പായ ലഘുപത്രമാണ്, സംശയമൊന്നും വേണ്ട. പപ്പായ, കൊളക്കേഷ്യയുടെ ലീഫ്, കൊളക്കേഷ്യയുടെ ലീഫ് എല്ലാം സിമ്പിൾ ലീഫാ, എല്ലാം സിമ്പിൾ ലീഫാ. നിങ്ങളൊരു ഒരൊറ്റ കാര്യം അവിടെ ശ്രദ്ധിച്ചാൽ മതി, ഒരൊറ്റ കാര്യമേ ഉള്ളൂ നമ്മളിവിടെ പറഞ്ഞ കാര്യം. അതായത് കോമ്പൗണ്ട് ലീഫാണെങ്കിൽ ലീഫായിട്ടല്ല, എന്താണ് അതിന്റെ മിഡ്രിബുമായിട്ട് മധ്യശിരയുമായിട്ട് അല്ലെങ്കിൽ റാച്ചിസുമായിട്ട് ഓരോ ഖണ്ഡങ്ങളായിട്ട് കാണപ്പെടണം, ഓരോ ഖണ്ഡമായിട്ട് കാണപ്പെടണം. എങ്കിൽ മാത്രമാണ് എന്താവുന്നത്, അതിനെ ലീഫ്ലെറ്റ് എന്ന് വിളിക്കത്തുള്ളൂ. സംയുക്ത പത്രത്തിന് ലീഫ് ഇല്ല, ലീഫ്ലെറ്റ് പത്രകങ്ങളാണ് ഉള്ളത്, കേട്ടോ? ഓക്കെ. സിമ്പിൾ ലീഫ് ആണെങ്കിൽ അതിന്
എന്തില്ല, മധ്യസ്ഥിരയുമായിട്ടല്ല, മധ്യസ്ഥിരയുമായിട്ട് ഒരു ബന്ധം ഉണ്ടാകത്തില്ല. സിമ്പിൾ. മധ്യസ്ഥിര ഇവിടെ കിടക്കുന്നു, ലീഫിന്റെ പത്രം, ഫലകം ഇവിടെ വരുന്നു, ലാമിന ഇവിടെ വരുന്നു. അതായത് അതിന്റെ മിഡ്രിപ്പുമായിട്ട് യാതൊരു ബന്ധം ഉണ്ടാകത്തില്ല. അങ്ങനെയാണെങ്കിലാണ് അതിനെ സിമ്പിൾ ലീഫ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയ? ഇതോടെ ലഘുപത്രത്തിന് മിഡ്രിപ്പുമായിട്ട് ഒരു ബന്ധമില്ല, എന്നാല് സംയുക്ത പത്രം ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, മിഡ്രിപ്പുമായിട്ട് കണക്ഷൻ വരും, അല്ലെങ്കിൽ റാച്ചസുമായിട്ട് അതിന്റെ ഖണ്ഡങ്ങൾക്ക്, ഓരോ ഖണ്ഡങ്ങൾക്കും, ആ ഓരോ ഖണ്ഡങ്ങളെയുമാണ് നമ്മുടെ പത്രകങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ സംയുക്ത പത്രവും ഇതാണ് ലഘുപത്രവും മനസ്സിലായെന്ന് കരുതുന്നു. അതുപോലെ തന്നെ പിച്ചകവും, അതായത് സംയുക്ത പത്രത്തെ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്ന പിച്ചക സംയുക്ത പത്രവും ഹസ്തക സംയുക്ത പത്രവും. പിച്ചകമാണെങ്കിൽ ഓരോ പത്രകവും മധ്യശരീരമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഹസ്തക സംയുക്ത പത്രത്തില് ഓരോ പത്രകവും ആരുമായി ബന്ധിച്ചിരിക്കുന്നു? ആരുമായിട്ടാണ് ഇലഞ്ഞെട്ടിന്റെ അഗ്രവുമായിട്ടാണ്. ചിലപ്പോൾ റാച്ചിസിന്റെ അഗ്രം എന്ന് തന്നിരിക്കാം, ചിലപ്പോൾ കേട്ടോ. ചിലപ്പോൾ റാച്ചിസിന് ഏറ്റവും കറക്റ്റ് മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് റാച്ചിസിന്റെ അഗ്രമല്ല, ഇലഞ്ഞെട്ടിന്റെ അഗ്രവുമായിട്ടാണ് പാനേറ്റ്ലി കോമ്പൗണ്ട് ലീഫില് ഹസ്തക സംയുക്ത പത്രത്തില് അതിന്റെ ഓരോ പത്രകവും കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? പാനേറ്റ്ലി കോമ്പൗണ്ട് ലീഫിന് ഏറ്റവും നല്ല എക്സാമ്പിൾ നമ്മൾ ഈ പറഞ്ഞ ഇലവ്, ബൊംബാക്സ് എന്ന് പറയുന്നത് നല്ലൊരു എക്സാമ്പിൾ ആണ്. പാനേറ്റ്ലി കോമ്പൗണ്ട് ലീഫിന് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ബൊംബാക്സ്, ഇലവ് എന്ന് പറയുന്ന ആളാണ് ഇലവ്. പിന്നെ മീൻസ് നമ്മുടെ ക്ലോവർ ചെടിയുണ്ട്, ഞാൻ ഈ പറഞ്ഞ മാഴ്സീലിയ ഉണ്ട്, ഫേണ്, മാഴ്സീലിയും ക്ലോവർ ഒക്കെ നല്ലൊരു എക്സാമ്പിൾ ആണ്. പാനേറ്റ്ലി കോമ്പൗണ്ട് ലീഫിന് എക്സാമ്പിൾ, നല്ലൊരു എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അടുത്തതിലേക്ക് പോട്ടെ. ഓക്കെ, ഇനി നമ്മൾ ഈ പറഞ്ഞ പിച്ചകത്തെ, ഈ പിച്ചകത്തെ അല്ലെങ്കിൽ പിച്ചക സംയുക്ത പത്രത്തെ, പിച്ചക സംയുക്ത പത്രത്തെ വീണ്ടും നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് എന്താണ്? യൂണി പിന്നേറ്റ് എന്ന് വെച്ചാൽ എങ്ങനെ പറയാം? യൂണി പിന്നേറ്റ് ആണെങ്കിൽ മലയാളത്തിൽ എങ്ങനെ പറയാം? മലയാളത്തില് ഏക പിച്ചകം. ഇങ്ങനെ പോകുന്നുണ്ടാണ് ഞാൻ പറഞ്ഞ കൺഫ്യൂസർ ആയി പോകുന്നു പറഞ്ഞ ഏക പിച്ചകം. രണ്ടാമത്തത് ബൈപിന്നേറ്റ് എന്ന് പറയുമ്പം മലയാളത്തില് ദ്വിപിച്ചകം. മൂന്നാമത്തത് ബൈപിന്നേറ്റ്. പിന്നെ ട്രൈ പിന്നേറ്റ് ഉണ്ട്. അതിനാണെങ്കിൽ എങ്ങനെ പറയാത്തത്? ട്രൈ പിന്നേറ്റിന് ത്രിപിച്ചകം. ദ്വിപിച്ചകം, ഏകപിച്ചകം, ത്രിപിച്ചകം. ഓക്കെ, ഇങ്ങനെ 3 കാറ്റഗറി യൂസ് ചെയ്ത് പറയും. ഏകപിച്ചകം, ദ്വിപിച്ചകം, ത്രിപിച്ചകം. അപ്പൊ എന്താണ് യൂണിപിന്നേറ്റ് എന്ന് ആദ്യം നോക്കാം. ഏകപിച്ചക സംയുക്ത പത്രം. നമുക്ക് പിച്ചക സംയുക്ത പത്രം എന്താണെന്ന് അറിയാം. പിച്ചക സംയുക്ത പത്രം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്?
എന്താണ് 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 പിച്ചക സംയുക്ത പത്രം? പിച്ചക സംയുക്ത പത്രത്തില് ഓരോ പത്രകവും ആരുമായി ബന്ധിച്ചിരിക്കുന്നു? ആരുമായി ബന്ധിച്ചിരിക്കുന്നു? മധ്യസ്ഥരയുമായി ബന്ധിച്ചിരിക്കുന്നു. അങ്ങനെയുള്ളതിനെയാണ് പിച്ചക സംയുക്ത പത്രം എന്ന് പറയുന്നത്. ആ പിച്ചക സംയുക്ത പത്രത്തിന്റെ 3 തരംതിരിവുകളിൽ ഒന്നായ ഏക പിച്ചക സംയുക്ത പത്രം, യൂണിപിന്നേറ്റ് കോമ്പൗണ്ട് ലീഫ്. യൂണിപിന്നേറ്റ് കോമ്പൗണ്ട് ലീഫ്. അപ്പൊ എന്താണ് യൂണിപിന്നേറ്റ് കോമ്പൗണ്ട് ലീഫ്? യൂണിപിന്നേറ്റ് അപ്പൊ എന്തായിരിക്കും യൂണിപിന്നേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക്? ഏക പിച്ചകം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഏക പിച്ചകം. ഏക പിച്ചകം. ഏക പിച്ചകത്തിന് നല്ലൊരു എക്സാമ്പിൾ റോസ് ആണ്. റോസ് നല്ലൊരു എക്സാമ്പിൾ ആണ്. ഇനി പറഞ്ഞോ. എന്താണ്? അങ്ങനെ വേണമെങ്കിൽ പ്രാവശ്യം അതിനെ നമ്മൾ വീണ്ടും തിരിക്കും. അപ്പോഴാണ് അത് പറയുന്നത്. ഞാൻ ജസ്റ്റ് കോമൺ ആയിട്ട് ഏകപിച്ചകം, ഈ ഏകപിച്ചകത്തെ വീണ്ടും നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും. എന്താണ്? അതിലാണ് ഇദ്ദേഹം പറഞ്ഞതുപോലെ വരുന്നത്. ഈ ഏകപിച്ചകത്തെ വീണ്ടും നമ്മൾ 2 കാറ്റഗറി ആയിട്ട് തിരിക്കും. വീണ്ടും 2ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യും ഏകപിച്ചകത്തെ. എന്തൊക്കെയായിട്ട്? ആർക്ക് പറയാം? ഏകപിച്ചകത്തെ വീണ്ടും നമ്മൾ തിരിക്കും. എന്ത് പറയും? പെരി പിന്നേറ്റ് ആണെങ്കിലോ? കേട്ടിട്ടില്ലേ? ഇതൊക്കെ ആദ്യം കേൾക്കുകയാണോ? ഇതൊക്കെ പെരി മീൻസ് പെരി എന്നല്ല, പാരി. എന്താ ഓർത്തോണ്ടിരുന്നു? പാരി പിന്നേറ്റും ഇമ്പാരി പിന്നേറ്റ്. ഇതാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ഏകപിച്ചകം ചിലപ്പോ എന്താ ചോദിക്കത്തില്ല. ആ ഏകപിച്ചകത്തില് ഇമ്പാരി പാരി എന്താണെന്ന് ചോദിക്കുക. അപ്പം നമ്മൾ ആദ്യം നോക്കാനുള്ളത് എന്താണ് ഏകപിച്ചകങ്ങൾ? ഒന്നുമില്ല. അതായത് ഈ ലഘുപത്രത്തിന്റെ ഒരു സിമ്പിൾ ലീഫിന്റെ, നമ്മൾ റോസ് സിമ്പിൾ ലീഫാണോ കോമ്പൗണ്ട് ലീഫാണോ? റോസ് ഞാൻ നേരത്തെ വരച്ചല്ലോ, റോസാ ചെടിയുടെ ഇല. റോസ് ഇങ്ങനെ നിൽക്കുന്ന ഇത് സിമ്പിൾ ലീഫാണോ കോമ്പൗണ്ട് ലീഫാണോ? ഇത് സിമ്പിൾ ലീഫാണോ കോമ്പൗണ്ട് ലീഫാണോ? റോസ. ഇത് റോസാ ചെടിയുടെ ഇല സിമ്പിൾ ആണോ കോമ്പൗണ്ട് ആണോ? കോമ്പൗണ്ട് ലീഫ് അല്ലേ? കോമ്പൗണ്ട് ലീഫിലല്ലേ റോസ പറഞ്ഞത്? നമ്മൾ പറഞ്ഞത് അല്ലേ? കോമ്പൗണ്ട് ലീഫിന്റെ കാര്യത്തിലല്ലേ റോസ പറഞ്ഞത്? എന്തോരം കോമ്പൗണ്ട് ലീഫിലാണ് നമ്മൾ റോസ പറഞ്ഞത്? പാമേറ്റ്ലി ആണോ പിന്നേറ്റ്ലി ആണോ? പിന്നേറ്റ്ലി ആയിട്ടുള്ളത്. അതുകൊണ്ടല്ലേ ഞാൻ ഇവിടെ പറഞ്ഞത് യൂണിപിന്നേറ്റ് സംയുക്ത പത്രം. യൂണിപിന്നേറ്റ് ഏക പിച്ചക സംയുക്ത പത്രത്തിന് നല്ലൊരു ബെസ്റ്റ് നോൺ എക്സാമ്പിൾ എന്ന് പറയുന്നത് റോസയാണ്. പിന്നെ റോസയും വരും. ഈ പറഞ്ഞ ഈ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ കറക്റ്റ് മനസ്സിലാക്കി പോയാൽ മതി. അതാണ് കുറച്ച് ഞാൻ വളരെ പതിയെ പറയുന്നത്. യൂണിപിന്നേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നല്ലൊരു എക്സാമ്പിള് റോസയും വരും, പിന്നെ എക്സാമ്പിൾ പുളിയും വരും. രണ്ടും പറഞ്ഞുതരാം. ഒന്നുമില്ല, യൂണിപിന്നേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലഘുപത്രത്തിന്റെ ഈ പത്രഫലകം നേരിട്ടങ്ങ് വിഭജിക്കും. മനസ്സിലായില്ലേ? അതായത് എക്സാമ്പിൾ റോസ ഞാൻ പറഞ്ഞു. എങ്ങനെയാണ്? നിങ്ങൾ റോസ വയ്ക്കുന്നത്
ഇതാണ് റോസയുടെ, അതായത് നടുവില് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മുകളിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന ആ കാര്യങ്ങളും കിട്ടും. ഈ വരയിൽ നിന്ന് തന്നെ എന്താണ് പാരി പിന്നേറ്റ് ഇമ്പാരി പിന്നേറ്റ് എന്ന് കിട്ടും. ഇതാണ് റോസ. പുളിയാണെങ്കിലോ രാച്ചിസ് വന്നിട്ട് ഇങ്ങനെയാണ് പുളി നിൽക്കുന്നത് അല്ലേ? ഇങ്ങനെയാണ് പുളിയ നിൽക്കുന്നത്, റോസയും പുളിയിലെയും അല്ലേ? അതായത് ഈ പത്രഫലകം, അപ്പൊ എന്താണ് ഏകപുച്ഛക സംയുക്ത പത്രം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ലഘുപത്രത്തിന്റെ പത്രഫലകം, ഒരു ലഘുപത്രത്തിന്റെ പത്രഫലകം, അതായത് ഒരു സിമ്പിൾ ലീഫ് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാല് ഇങ്ങനെയുള്ള ഒരു സിമ്പിൾ ലീഫ്, ഈ ഒരു സിമ്പിൾ ലീഫ് എന്ത് ചെയ്യും, അത് വിഭജിച്ചിട്ട് ഉണ്ടാകുന്ന സിമ്പിൾ ലീഫ് ആയിരിക്കും, ആദ്യം വരുന്ന സിമ്പിൾ ലീഫ് ആയിട്ടായിരിക്കും വരുന്നത്. ആ സിമ്പിൾ ലീഫ് എന്ത് ചെയ്യും, സിമ്പിൾ ലീഫിന്റെ ആ ലാമിന, ഈ കാണുന്ന ലാമിന പത്രഫലകം എന്ന് പറയുന്നത് നേരിട്ടൊന്ന് യോജിക്കും. ആ നേരിട്ട് യോജിക്കുന്ന ഇതേപോലെ പുളിയിലെ പോലെ ഇങ്ങനെ നേരിട്ട് ഓരോരോ ഖണ്ഡങ്ങളായിട്ട് ഇങ്ങനെ മാറും. അങ്ങനെ മാറുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഇലകളെയാണ് ഏകപിച്ഛക സംയുക്ത പത്രം എന്ന് പറയുന്നത്. ഏകപിച്ഛക സംയുക്ത പത്രം. അത് മനസ്സിലാക്കി വെച്ചോളാം. കാരണം ഇതിങ്ങനെ ചെയിനായിട്ടാണ് പോകുന്നത്, ചെയിനായിട്ടാണ്. അപ്പം ഏകപിച്ഛക സംയുക്ത പത്രം, ഈ ഏകപിച്ഛക സംയുക്ത പത്രം അല്ലെങ്കിൽ ഏകപിച്ഛക സംയുക്ത പത്രം അഥവാ യൂണിപിന്നേറ്റ് കോമ്പൗണ്ട് ലീഫ്. യൂണിപിന്നേറ്റ് കോമ്പൗണ്ട് ലീഫിനെ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും, പാരി പിന്നേറ്റ് ആൻഡ് ഇംപാരി പിന്നേറ്റ്. പാരി പിന്നേറ്റ് കോമ്പൗണ്ട് ലീഫ് ആൻഡ് ഇംപാരി പിന്നേറ്റ് കോമ്പൗണ്ട് ലീഫ്. ഒന്നുമില്ല, സിമ്പിളാണ്. ഇതിൽ തന്നെ ഇത് പാരിയാണ്. നിങ്ങൾ തന്നെ പറയും, ആൻസർ നിങ്ങൾക്ക് തന്നെ പറയാം. ഇത് പാരിയുമാണ്, ഇത് ഇംപാരിയുമാണ്. ഇതിൽ തന്നെ അർത്ഥമുണ്ട്. പറഞ്ഞോ. പറയടേ. ഇതിലും രണ്ട് സൈഡിൽ ഈക്വൽ ഇല്ലേ? ഇതിലും രണ്ട് സൈഡിൽ ഈക്വൽ ഇല്ലേ? അത് തന്നെയാണ്, അത്രേ ഉള്ളൂ. അതായത് നമ്മള് റോസാ ചെടിയിൽ നോക്കുമ്പോൾ ഇങ്ങനെ നടുവിലൊന്ന്, പിന്നെയാണ് അല്ലേ, പിന്നെ താഴോട്ട് നോക്കുമ്പോൾ ഈ രണ്ടെണ്ണം ഇങ്ങനെ പോകുന്നുണ്ട് ഇല്ല, ഈ രണ്ടെണ്ണം ഇങ്ങനെ നിൽക്കുന്നുണ്ട് റോസാ ചെടിയിൽ. വെറുതെ വരയ്ക്കാണ്. എന്നാല് പുളിയില വരയ്ക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു, പുളിയില നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പുളിയിലയില് അതിന്റെ ടെർമില്ല, അപ്പെക്സിൽ എന്തില്ല, ഏതിൽ അവസാനിക്കുന്നു? പുളിയില ഏതിൽ അവസാനിക്കുന്നത്? ഓഡിലാണോ ഈവനിലാണോ? ഈവനില്. അപ്പൊ അവിടെ അതാണ് പാരി പിന്നേറ്റ് ഇംപാരി പിന്നേറ്റും. എക്സാമ്പിൾ പാരി പിന്നേറ്റിന് എക്സാമ്പിൾ റോസും, ഇംപാരി പിന്നേറ്റിന് പാരി പിന്നേറ്റിന് എക്സാമ്പിള് പുളിയും, ഇംപാരി പിന്നേറ്റിന് എക്സാമ്പിൾ ആര്? പാരി പിന്നേറ്റിന് ഇത് പാരി പിന്നേറ്റ്, ഇത് ഇംപാരി പിന്നേറ്റ്. പാരി പിന്നേറ്റിന് പുളി, ഇംപാരി പിന്നേറ്റിന് റോസ്. അപ്പൊ പാരി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പെന്തറാച്ചിസ് എന്തിനെ റാച്ചിസ് എന്തിനെ? പെയർ ഓഫ് എന്ത്? ലീഫ്ലെറ്റ്സ്. ഒരു ജോഡി റാച്ചിസ്, മധ്യസിര റാച്ചിസ് അവസാനിക്കുന്നത് ഒരു ജോഡി പത്രകത്തിലാണെങ്കിൽ, സ്റ്റേറ്റ്മെന്റ് റാച്ചിസ് അവസാനിക്കുന്നത് ഒരു ജോഡി പത്രകത്തിലാണെങ്കിൽ അതിനെ എന്ത് വിളിക്കും?
അതിനെന്ത് വിളിക്കും? ആ, പാരി പിന്നേറ്റ്. അതിനെ പാരി എന്നല്ല, പാരി പിന്നേറ്റ്. പാരി ഒരു ജോഡി പത്രകത്തിലാണ് റാച്ചിസ് അവസാനിക്കുന്നതെങ്കിൽ പാരി പിന്നേറ്റ്. എന്നാൽ എന്താ റാച്ചിസ് സെൻസിന്റെ സിംഗിൾ ലീഫ്ലെറ്റ് അല്ലേ? റാച്ചിസ് അവസാനിക്കുന്നത്, റാച്ചിസ് ഇങ്ങനെ അവസാനിക്കുന്നത് ഒരു സിംഗിൾ ലീഫ്ലെറ്റ്, ഒറ്റ പത്രകത്തിലാണ് റാച്ചിസ് അവസാനിക്കുന്നതെങ്കിൽ, ഇങ്ങനെ ഒറ്റ പത്രകത്തിൽ റാച്ചിസ് അവസാനിക്കുകയാണെങ്കിൽ അതിനെന്ത് വിളിക്കും? അതിനെന്ത് വിളിക്കുന്നു? ഇംപാരി പിന്നേറ്റ്. ഒറ്റ പത്രകത്തിൽ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങൾ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന്? ഒരു പത്രകത്തിൽ, മറ്റൊരു ഒരു ജോഡി, ഒരു ജോഡി പത്രകത്തിലാണെങ്കിൽ പാരിയും, ഒരു പത്രകത്തിലാണ് റാച്ചിസ് അവസാനിക്കുന്നതെങ്കിൽ ഇംപാരിയും, ഇംപാരി പിന്നേറ്റും. കുറെ റോസ. ഓക്കെ, പിന്നെ നിങ്ങളുടെ വീട്ടിൽ എന്നും സ്ത്രീകൾ, പ്രത്യേകിച്ച് സ്ത്രീകള് എന്നും ഉപയോഗിക്കുന്ന ഒരു ഇലയുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. വെരി ഗുഡ് അല്ലേ? കറിവേപ്പില അല്ലേ? കറിവേപ്പില എന്ന് നോക്കിക്കഴിഞ്ഞാല് ഒരെണ്ണത്തിലാണ് അവസാനിക്കുന്നത്, അടുത്ത ഒരെണ്ണം കാണും. കറിവേപ്പില. വേറെ എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? വേറെന്തെങ്കിലും ഓർമ്മ? എന്തൊക്കെ? വേപ്പില ഒന്നിലാണോ? വേപ്പില ഒന്നിലാണോ അവസാനിക്കുന്നത്? ആണോ? നേരത്തെ തെറ്റിപ്പോകരുത്. ഒറ്റയിലയാണോ? എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് കിട്ടുന്നില്ല. അത് ആര്യവേപ്പിന്റെ അല്ല, കുറെ നാളായി കണ്ടിട്ട്. ആണോ? ആണെങ്കിൽ ആണെന്ന് പറയാവൂ. കണ്ടിട്ടുണ്ടോ? ഉണ്ട്. ശരി, ഓക്കെ, വെരി ഗുഡ്. എങ്കിൽ ഞാൻ എഴുതുകയാണ്. കറിവേപ്പില ഉണ്ട്, റോസ ഉണ്ട്, പിന്നെന്താ, നമ്മുടെ മുരയ ഇണ്ടിക്കല്ലേ കറിവേപ്പില അല്ലെ? മുരയ ഇണ്ടിക്കല്ലേ കറിവേപ്പില അല്ലേ? കറിവേപ്പില, റോസ, പിന്നെ എന്താ പറഞ്ഞത്? നീമില്ലേ? വേപ്പ്. ഓക്കെ. പുറത്തിറങ്ങി നോക്കിക്കഴിഞ്ഞാല് ഇങ്ങനെയുള്ള കോമ്പൗണ്ട് ലീവ്സിൽ, ഇങ്ങനെ കാണപ്പെടുന്ന കോമ്പൗണ്ട് ലീവ്സിൽ ഇങ്ങനെ ഒരുപാട് കാണാൻ പറ്റും. ഈ ഇംപേരി പിന്നേഴ്സിൽ ഈ ടാമറിൻഡസ് ഇൻഡിക്ക മാത്രമേ ഉള്ളോ? പുളി മാത്രമേ ഉള്ളോ? സോറി, പാരിയില് പുളി, ടാമറിൻഡസ് ഇൻഡിക്കസ് എന്നറിയപ്പെടുന്ന പുളി മാത്രമേ ഉള്ളൂ. വേറെ എന്തെങ്കിലും ഉണ്ടോ? പിന്നെ പാരി പിന്നേറ്റില് വേറൊരാളും കൂടെ വരുന്നില്ലേ? നമ്മുടെ എന്താ, കാഷ്യോറൈന ഇംപാരി പിന്നേറ്റല്ലേ? കാഷ്യോറൈന ഇംപാരി പിന്നേറ്റല്ലേ? കണിക്കൊന്ന ഇംപാരിയാണ്. ആണോ? ആണ് അല്ലേ? കണിക്കൊന്ന ഇംപാരി പിന്നേറ്റാണ് കേട്ടോ. കണിക്കൊന്ന ഇംപാരിയാണ്. അപ്പൊ കറിവേപ്പില, റോസ്, വേപ്പ്, കണിക്കൊന്ന, ഇതെല്ലാം അറ്റത്ത് ഒരൊറ്റ ഇല. റാച്ചിസിന്റെ ടിപ്പില്, എപ്പക്സില് ഒറ്റ ഇലയല്ല, ഒറ്റ പത്രകം, ലീഫ്ലെറ്റ്. എന്നാൽ റാച്ചിസിന്റെ എൻഡില് അറ്റത്ത് ഒരു ജോഡിയായിട്ട് പത്രകം അവസാനിക്കുന്നതാണെങ്കിൽ പാരി പിന്നേറ്റ്. എക്സാമ്പിൾ പുളി. വേറെ എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? ടാമറിന്റെ സിൻഡിക്കസ് അല്ലാതെ വേറെ എന്തെങ്കിലും നാട്ടിൻപുറത്തുള്ള എന്റെ മനസ്സിലേക്കൊന്നും വരുന്നുണ്ടോ? അങ്ങനെയാണോ? അഗസ്ത്യയിലെ ഇല ഇവിടെ വീട്ടിന്റെ മുറ്റം നിൽപ്പുണ്ട്, നോക്കിയില്ല, നോക്കണം. അഗസ്ത്യയില അങ്ങനെയാണോ? കണ്ടിട്ടാണോ പറയുന്നത്? ഉറപ്പാണോ? അഗസ്ത്യയില ഉറപ്പാണോ? വേറെ എന്തെങ്കിലും ഓർമ്മ നോക്കി? എന്താണ്? ഇംപാരി പിന്നേറ്റ് ആണ്. സോറി, ഇംപാരി അല്ല, പാരി. തൊട്ടാവാടി പാരി ആണോ അവിടെ? ആണോ? എനിക്ക് അങ്ങോട്ട് പിടികിട്ടുന്നില്ല, നോക്കണം, മറന്നുപോയി. ആണോ? ആണല്ലോ.
ഓക്കെ, നമ്മളെപ്പോഴും ആകെ ആകെ പഠിച്ചു വെക്കുന്നത്, സോറി, ഓർത്ത് വെച്ചിരിക്കുന്നത് ആരെയാണ്? പുളിയിലെയാണ് നമ്മൾ അങ്ങനെ സാധാരണ ഓർത്ത് വെച്ചിരിക്കുന്നത്. തൊട്ടവാടി ഇങ്ങനെ ഉണ്ടെങ്കിൽ, പിന്നെ നേരത്തെ പറഞ്ഞതായിരുന്നു അഗസ്തിച്ചീര അങ്ങനെയാണെന്നാണ് പറഞ്ഞത്. നടുക്ക് ആണെന്നാണ് പറഞ്ഞത്. ഓക്കെ ആണോ? ഓക്കെ, നിങ്ങളെങ്ങനെ, ഞാൻ വെറുതെ പറയുന്നതല്ല, ഒന്നും ഇത് പറയുന്ന എക്സാമ്പിൾ, നമ്മളിവിടെ ഡൗട്ട്സ് പ്രകടിപ്പിക്കുന്ന എക്സാമ്പിളുകൾ നോക്കണം, നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ആ ഷോർട്ട് നോട്ട്സ് എഴുതി ചേർക്കണം എക്സാമ്പിളുകൾ. നമ്മൾ കോമൺ ആയിട്ടുള്ള ലോക്കൽ ആയിട്ടുള്ള പ്ലാന്റ്സുകളൊക്കെ നമ്മളോട് ചോദിക്കാം, പരീക്ഷയ്ക്ക് ചോദിക്കാം, ലീഫുകളൊക്കെ ചോദിക്കാം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ലീഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. എല്ലാവർക്കും കൺഫ്യൂഷൻ അടിച്ചു പോകും. നമുക്ക് തന്നെ ഇപ്പൊ നല്ല കൺഫ്യൂഷൻ വരും നന്നായിട്ട് നോക്കിയില്ലെങ്കിൽ, ഇല്ലേ? അതായത് സിമ്പിൾ ലീഫ് പറഞ്ഞ്, കോമ്പൗണ്ട് ലീഫ് പറഞ്ഞ്, പിന്നെ സിമ്പിളിനെ വീണ്ടും തിരിക്കുന്നു, കോമ്പൗണ്ടിനെ വീണ്ടും തിരിക്കുന്നു, അതിനെ വീണ്ടും തിരിക്കുന്നു, അതിനെ വീണ്ടും തിരിക്കുന്നു, ഇനി ഇതിനെ വീണ്ടും തിരിക്കും, അല്ലേ? നമ്മളാദ്യം കോമ്പൗണ്ട് പഠിച്ചു, അല്ലെ? കോമ്പൗണ്ട് ലീഫിന്, അല്ലെ? ആ ക്ലാസിഫിക്കേഷൻ, അല്ലെ? നമ്മൾ ആദ്യം സംയുക്ത പത്രം പഠിച്ചു. ആ സംയുക്ത പത്രത്തെ, അല്ലെ? ആദ്യം നമ്മൾ സംയുക്ത പത്രം പഠിച്ചു. ആദ്യം സംയുക്ത പത്രം നമ്മൾ എന്താണെന്ന് പഠിച്ചു. ആ സംയുക്ത പത്രത്തെ രണ്ടായിട്ട് തിരിച്ചു. ഏതൊക്കെയാണ്? പിച്ചകവും ഹസ്തകവും. അതിനുശേഷം ആ പിച്ചകവും ഹസ്തകവും പഠിച്ചു. പിച്ചകവും ഹസ്തകവും, പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫും പാമേറ്റ്ലി കോമ്പൗണ്ട് ലീഫും കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും പിച്ചകത്തെ വീണ്ടും മൂന്നായിട്ട് തിരിക്കുന്നു. യൂണി, ഏകപിച്ചകം, ദ്വിപിച്ചകം, ത്രിപിച്ചകം. അതിനുശേഷം ഏകപിച്ചകത്തെ, യൂണി പിന്നേറ്റിനെ വീണ്ടും തരംതിരിക്കുന്നു. പാരി എന്നും ഇംപാരി എന്നും തരംതിരിക്കുന്നു. അതിന്റെ എക്സാമ്പിളുകളാണ് നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, ഏതെങ്കിലും ഉണ്ടെങ്കിൽ ആ രണ്ട് കാര്യം, എനിക്ക് ഡൗട്ട് ഉണ്ട്, എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല, അത് നോക്കി വെക്കുക. ഓക്കെ, അപ്പം ഇത് ഇത്രയും ക്ലിയർ ആയ? ഇംപാരിയും പാരിയും ക്ലിയർ ആയ? ഓക്കെ ആണോ? ഒരെണ്ണം ഓക്കെയാണ്. വേപ്പ് അങ്ങനെ തന്നെയാണ് കേട്ടോ. വേപ്പ് അത് തന്നെയാണ്, ശരി തന്നെയാണ് കേട്ടോ. വേപ്പ് ഡൗട്ട് ഉണ്ടായിരുന്നില്ലേ? വേപ്പ് അങ്ങനെ തന്നെയാണ്. ഏതാണ്? ഇംപാരിയാണോ പാരിയാണോ? ഇംപാരിയാണോ? ഇംപാരിയാണ്. വേപ്പ് അങ്ങനെ തന്നെയാണ്. ഓക്കെ, അപ്പൊ അത് യൂണിപ്പിന്നേറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് ദ്വിപിച്ചകം ബൈപിന്നേറ്റിലേക്ക് പോവാം. ശ്രദ്ധിച്ചിരിക്കുന്ന കുഞ്ഞു കുഞ്ഞു വേർഡുകൾ വരും, അതെടുത്തിട്ട് തന്നെ സ്റ്റേറ്റ്മെന്റ് ചോദിക്കും. ഓക്കെ, ബൈപിന്നേറ്റ്. രണ്ടാമത്തത് ബൈപിന്നേറ്റ് ആണ് നമ്മൾ പറഞ്ഞത്. ബൈപിന്നേറ്റ് അഥവാ ദ്വിപിച്ചകം. ഒരു 5-6 തവണ പറയണം കേട്ടോ മനസ്സിൽ, അല്ലെങ്കിൽ ടേമൊക്കെ മറന്നു നിക്കത്തില്ല, മനസ്സ് നിക്കത്തില്ല. നമ്മൾ ആദ്യം കേൾക്കുന്ന ടേമുകളല്ലേ, അധികം പരിചയമില്ലാത്ത ടേമുകളാണ്, അപ്പം മനസ്സ് നിക്കത്തില്ല. ദ്വിപിച്ചകം, ബൈപിന്നേറ്റ്. അതായത് നമ്മളിപ്പോ ഏകപിച്ചകം പഠിച്ചു, അല്ലേ? ലഘുപത്രത്തിന്റെ പത്രഫലകം നേരിട്ട് വിഭജിക്കും, അല്ലേ? ഒരു ലഘുപത്രകം, ഇങ്ങനെയുള്ള ലഘുപത്രകം, ആ ലഘുപത്രകത്തിന്റെ പത്രകം ഇങ്ങനെ നേരിട്ട് വിഭജിക്കുന്നു. ഇങ്ങനെ നേരിട്ട് വിഭജിച്ചിട്ടാണ് നമ്മളിപ്പോ പറഞ്ഞ യൂണിപിന്നേറ്റ് ഉണ്ടായത്. പുളിയിലയുടെ കാര്യം പറഞ്ഞത്, അല്ലെങ്കിൽ റോസയുടെ കാര്യം പറഞ്ഞത്, അത് രണ്ട് രീതിയിലുണ്ടെന്ന് നമ്മൾ പഠിച്ചു, അല്ലെ? അറ്റത്ത് ഒരെണ്ണം വരുന്നതും അറ്റത്ത് ഇങ്ങനെ രണ്ടെണ്ണം വരുന്നതുമായിട്ടുള്ള, അതായത് റാച്ചസിന്റെ അറ്റത്ത് ഒന്ന് വരുന്ന പുളിയും പഠിച്ചു, റോസയും പഠിച്ചു. റാച്ചസിന്റെ അറ്റത്ത് ഇങ്ങനെ രണ്ട് വരുന്ന പുളിയിലയും പഠിച്ചു. യൂണിപിന്നേറ്റ് അതായത് ഈ കാണുന്ന സിമ്പിൾ ലീഫാണ് വരച്ചിരിക്കുന്നത്. സിമ്പിൾ ലീഫിന്റെ പത്രഫലകമാണ്. ഈ സിമ്പിൾ ലീഫിന്റെ പത്രഫലകം നേരിട്ട് എന്ത് ചെയ്യും? വിഭജിച്ചിട്ട് പത്രകങ്ങളായിട്ട് മാറുന്നു. ഇങ്ങനെ പത്രകങ്ങളായിട്ട് മാറുന്നു, ലീഫ്ലെറ്റ് ആയിട്ട് മാറുന്നു. ഇങ്ങനെ നേരിട്ട് വിഭജിച്ച് ലീഫ്ലെറ്റ് ആയിട്ട് മാറുന്നു. അതിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? ഏകപിച്ചക സംയുക്ത പത്രം. ഇനി നോക്കിയോ, ദ്വിപിച്ചക സംയുക്ത പത്രം. അതായത് ഈ ഏകപിച്ചക സംയുക്ത പത്രങ്ങൾ വീണ്ടും വിഭജിച്ചാൽ എന്താണ്? ഏകപിച്ചക സംയുക്ത പത്രങ്ങൾ
വീണ്ടും വിഭജിക്കുകയാണെങ്കിൽ അതിനെന്ത് വിളിക്കും? അതിനെന്ത് വിളിക്കും? അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് ദ്വിപിച്ഛകം. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ദാ ഇങ്ങനെ ഞാൻ സാധാരണ ഒരു ഇതിപ്പോ ഇതെന്താടെ? ഏകപിച്ഛകമല്ലേ? ഏകപിച്ഛകമാണല്ലോ അല്ലേ? ഇത് ഏകപിച്ഛകമാണ്. 2 ലീഫ്ലെറ്റുള്ള വരയ്ക്കാം. ഓക്കെ, ഏകപിച്ഛകമാണല്ലോ. ഇത് ഏത് തരത്തിലുള്ള ഏകപിച്ഛകമാണ്? ഇത് ഏത് തരം ഏകപിച്ഛകമാണ്? പറയാ പാരി പിന്നേട്ട് അല്ലേ? പാരി പിന്നേട്ട്. ഇതില് നടുവിലുള്ള ഈ സാധനം എന്താണ്? ഇതെന്താണ്? എന്താണ് ഈ ഭാഗം? എന്താണ് പറഞ്ഞോ? ഈ ഭാഗം എന്താണ്? റാച്ചിസ്. ഇതെന്താണ്? ഇത് മൂന്നും എന്താണ്? പത്രകങ്ങൾ. ഓക്കെ, പത്രകങ്ങൾ അല്ലെങ്കിൽ ലീഫ്ലെറ്റ്സ് എന്ന് പറയുന്നത്. ലീഫ്ലെറ്റ്സ് ഇങ്ങനെയുള്ള ഇതിപ്പം ഒരു ഏക പിച്ഛക സംയുക്ത പത്രത്തിലെ പാരി പിന്നേറ്റ് കോമ്പൗണ്ട് ലീഫാണ്. അല്ലെങ്കിൽ പാരി പിന്നേറ്റ് ആയിട്ടുള്ള ഏകപിച്ഛക സംയുക്ത പാരി പിന്നേറ്റ് ആയിട്ടുള്ള ഏകപിച്ഛക സംയുക്ത പത്രം. അങ്ങനെ അങ്ങനെ ഉണ്ടാവുന്ന ഏകപിച്ഛക സംയുക്ത പത്രം വീണ്ടും വിഭജിക്കുകയാണെങ്കിൽ, വീണ്ടും പിച്ഛകങ്ങളായാൽ, വീണ്ടും പിച്ഛകം എന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ റാച്ചിസ് ഒന്നുകൂടി നീണ്ടു വളർന്നതിന് ശേഷം വീണ്ടും ഒരു റാച്ചിസ് വന്നിട്ട് ഇങ്ങനെ വരും, ഇങ്ങനെ നിൽക്കും. ഇങ്ങനെയുള്ളതിന്, ഈ തരത്തിലുള്ളതിന് ഇങ്ങനെ. ഓക്കെ, ഓക്കെ. അപ്പൊ നോക്കിയോ, ഞാൻ നടുക്കുള്ള ഇതിനെ റാച്ചിസ് എന്ന് പറഞ്ഞു. അപ്പൊ ഇതിനെന്ത് വിളിക്കൂടെ? ഇതിനെന്ത് വിളിക്കും? ഇതെന്താ? ഇവിടെ നിന്നൊക്കെയാണ് ചോദ്യം വരുന്നത്. എൻട്രൻസിനൊക്കെ ഇവിടെ നിന്നൊക്കെ ഇഷ്ടംപോലെ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഇതിനെന്ത് വിളിക്കും? പറ. ഇത് റാച്ചിസ്. കോറ കളർ കൊടുക്കാം, പച്ച കൊടുക്കാം. ഇത് റാച്ചിസ് ആണല്ലോ. ഇത് റാച്ചിസ് അല്ലെങ്കിൽ മിഡ് റിബ് എന്ന് പറയുന്ന ആള്. സിമ്പിൾ ലീഫിലാണെങ്കിൽ ഇത് നമ്മൾ മിഡ് റിബ് എന്ന് വിളിക്കും. മിഡ് റിബ്. അപ്പൊ ഇതെന്താ? ഈ ബ്ലാക്കില് ഈ സാധനം എന്താ? പറഞ്ഞാണ്. എന്നിട്ട് ഈ സാധനത്തിന് എന്ത് വിളിക്കും? പറയേ. എനിബഡി ഓട്ടോ ഷിനി ഉണ്ടോന്ന് പറയേ. ആർക്കും അറിയാമോ? ആർക്കും അറിയാമോ? ഇതിനെ നമ്മൾ വിളിക്കുന്നത്, അതായത് ഈ ഈ പത്രകങ്ങൾ, ഇവിടെ കാണപ്പെടുന്ന അതായത് ഏകപിച്ഛക സംയുക്ത പത്രത്തിലുണ്ടായ ഈ പത്രകങ്ങളാണ്. ഈ പത്രകങ്ങള് വീണ്ടും വിഭജിച്ചിട്ടാണ് ഇങ്ങനെ ഒരു സാധനം ഉണ്ടായി വരുന്നത് ആ ലീഫിൽ തന്നെ. അങ്ങനെ ഉണ്ടായി വരുന്നതിനെ വീണ്ടും റാച്ചിസ് ഒന്നും പത്രമൊന്നും വിളിക്കത്തില്ല. ഇതിനെ വിളിക്കുന്നത് ഈ ഇവിടെയുള്ള രണ്ടാമത്, അതായത് ഇത് വിഭജിച്ചാണ് വീണ്ടും ഇത് ഉണ്ടാവുന്നത്. ഓക്കെ, അതായത് ഇത് വിഭജിച്ചാണ്, ഇത് ഇത് വീണ്ടും ഉണ്ടായത്. അപ്പൊ അതിന് അതേ പേര് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ഇതിന്റെ പേരാണ്, ഇത് നമ്മൾ വിളിക്കുന്ന പേരാണ് പിന്യൂൾസ്. എന്താണ് പിന്യൂൾസ് എന്ന് വിളിക്കും കേട്ടോ. പിന്യൂൾസ് മറന്നു പോകരുത്. എവിടെയെങ്കിലും ഓപ്ഷനിൽ കണ്ടു കഴിഞ്ഞാൽ നോക്കണം. ബൈപിന്നേറ്റ് കോമ്പൗണ്ട് ലീഫിലാണ് ഈ പിന്യൂൾസ് കാണപ്പെടുന്നത്. ട്രൈപിന്നേറ്റിലും കാണപ്പെടും. കാരണം ട്രൈപിന്നേറ്റ് ആകുമ്പോൾ വീണ്ടും ഇത് യോജിക്കല്ല ചെയ്യുന്നത്. പിന്യൂൾസ്
NNULES. ഇതിനെ നമ്മൾ പിന്നൂഴ്സ് എന്ന് പറയുന്നത്. പിന്നൂഴ്സ്. ഇനി ഇതിനെ വിളിക്കുന്നത് ഇവിടെ ഉണ്ടായ ഈ റാച്ചിസ് അല്ല, ഇവിടെ രണ്ടാമതുണ്ടായ ഒരു റാച്ചിസ് വെച്ച് വീണ്ടും അടുത്ത റാച്ചിസ് ഉണ്ടാകുമ്പോഴത്തേക്ക് അതിനെ വിളിക്കുന്നത് റാച്ചില എന്നാണ്. റാച്ചില്ല, CHILLA, റാച്ചില. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോടെ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? അപ്പൊ ദ്വിപിച്ഛകം, ബൈപിന്നേറ്റ് സംയുക്ത പത്രം, ദ്വിപിച്ഛക സംയുക്ത പത്രം, ബൈപിന്നേറ്റ് കോമ്പൗണ്ട് ലീഫ്, ദ്വിപിച്ഛക സംയുക്ത പത്രം. മനസ്സിലായോ? എന്താണ് പറയാനായിട്ടൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ. എന്താണ് ഏകപിച്ഛകങ്ങളായിട്ടുള്ള ഏകപിച്ഛക സംയുക്ത പത്രങ്ങൾ വീണ്ടും വിഭജിച്ചാൽ, ദ്വിപിച്ഛക സംയുക്ത പത്രങ്ങളായിട്ട് മാറുന്നു. കിട്ടിയോ? ഓക്കെ ആണോ? ആരും ഒന്നും പറയുന്നില്ലല്ലോ. ഓക്കെ ആണോ? റാച്ചിൽ എന്താണെന്ന് അറിയാമല്ലോ, പിന്നൂഴ്സ് എന്ന് അറിയാമല്ലോ, പത്രങ്ങൾ അറിയാം, റാച്ചിസും അറിയാം. ഓക്കെ, അപ്പൊ അതാണ് ബൈപിന്നേറ്റ് കോമ്പൗണ്ട് ലീഫ്, ദ്വിപിച്ഛക സംയുക്ത പത്രം. എക്സാമ്പിള് നിങ്ങൾ നേരത്തെ തൊട്ട് മുമ്പേ ഏകപിച്ഛകം എന്ന് പറഞ്ഞതിന്റെ ഒരു എക്സാമ്പിൾ, അതാണ് ഞാൻ ഡൗട്ട്സ് എന്ന് പറഞ്ഞത്. എന്താണ് ഇങ്ങനെ വരുന്നതിന് എക്സാമ്പിൾ ആണ്. അത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇതിന്റെ എക്സാമ്പിൾ, ദ്വിപിച്ഛക സംയുക്ത പത്രത്തിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ മൈമോസ പ്യൂഡിക്ക തന്നെയാണ്. ഏതാണ്? ടച്ച് മീ നോട്ട് പ്ലാന്റ്, തൊട്ടാവാടി പ്ലാന്റ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അക്കേഷ്യയിലൂടെ നമ്മുടെ പ്ലാന്റിന്റെ ഇല, അക്കേഷ്യയുടെ ഇല അല്ലെ, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അക്കേഷ്യയുടെ ഇല, തൊട്ടാവാടിയുടെ ഇലയൊക്കെ ഈ ബൈപിന്നേറ്റ് ആയിട്ടുള്ള ദ്വിപിച്ഛക സംയുക്ത പത്രങ്ങളാണ്. കിട്ടിയോടെ? ഓക്കെ. നെല്ലിമരത്തിന് സിംഗിൾ അല്ലേ അവസാനിക്കുന്നത്, ഡബിൾ തന്നെയാണോ? നിങ്ങൾ ഓരോ ഇല ഡബിൾ ആണോ സിംഗിൾ ആണോ? നമ്മളെ സാധാരണ കാട്ടുനെല്ലിൽ ഉദ്ദേശിക്കുന്നത് കാട്ടുനെല്ലി നെല്ലിക്ക. വെരി ഗുഡ്. കാട്ടുനെല്ലിയുടേത് ഇത് തന്നെയാണ്. കാട്ടുനെല്ലി ഏതാണ്? പാരിപ്പിന്നേറ്റ്. കാട്ടുനെല്ലി പാരിപ്പിന്നേറ്റ് തന്നെയാണ് കേട്ടോ. കാട്ടുനെല്ലി പാരിപ്പിന്നേറ്റ് തന്നെയാണ്. തന്നെ സംശയമില്ല. പാരിപ്പിന്നേറ്റ് തന്നെയാണ്. ഓർമ്മ. കാട്ടുനെല്ലി. ഓക്കെ, വെരി ഗുഡ്. അങ്ങനെ നിങ്ങൾ കണ്ടെത്തണം. അപ്പൊ നമ്മൾ അടുത്ത് നമ്മൾ എന്നും പെരുമാറുന്നതേ ചോദിക്കത്തുള്ളൂ. അപ്പൊ നമ്മള് ഡിഗ്രിക്ക് പ്രാക്ടിക്കലിന് പോകുമ്പോഴും അല്ലെങ്കിൽ പ്രാക്ടിക്കൽ വരുമ്പോഴത്തേക്കും സാറ് വൈകി നടന്നു വരുമ്പോഴത്തേക്കും അവിടെയുള്ള ഏതെങ്കിലും പ്ലാന്റിലേക്ക് വെച്ചുകൊണ്ട് വരുന്നത് അല്ലേ? അല്ല സാറിന്റെ വീട്ടിൽ നിന്ന് എവിടെയെങ്കിലും നിന്ന് കൊണ്ടുവരികയാണോ ചെയ്യുന്നത്? അല്ല. സാറ് ബസ് ഇറങ്ങി നടന്നു വരുമ്പോഴത്തേക്ക് അവിടെ കാണുന്ന ഏതെങ്കിലും പ്ലാന്റിനെ പഠിപ്പിക്കുക, അവരെ അത് പറിച്ചുകൊണ്ട് വരും സാറ്. അങ്ങനെ ചെയ്യാറുള്ളത്. അപ്പൊ അതുപോലെ തന്നെയാണ് പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോഴത്തേക്കും ഫോറിൻ ആയിട്ടുള്ള ഈ നാട്ടിലില്ലാത്ത ഒരു എക്സാമ്പിൾ ഫോറിൻ മാത്രമേ നമ്മൾ ചോദിക്കും. അല്ലാതെയുള്ള എല്ലാം ഫോറിൻ നമ്മൾ എന്നും എടുത്ത് പെരുമാറുന്ന, കാണുന്ന, കേൾക്കുന്ന സാധനങ്ങളെ ചോദിക്കത്തുള്ളൂ. ചോദിച്ചു കഴിയുമ്പോൾ ഞെട്ടിപ്പോരും. ഇത് കണക്ക് സംശയമുള്ളത് നമ്മൾ നോക്കി കണ്ടുപിടിച്ച് നിങ്ങളുടെ നോട്ട്സിൽ കുറിച്ച് വെക്കണം. അത് ഏത് പഠനത്തിലും അങ്ങനെ തന്നെയാണ്. ഏത് പഠനത്തിലും ഞാൻ ചിലപ്പോൾ വിട്ടുപോകും, എനിക്ക് ഡൗട്ട്സ് ഉണ്ടോ നാളെ നോക്കി പറയാന്ന് പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ വിട്ടുപോകും. നിങ്ങൾ ചോദിക്കണം, അല്ലെങ്കിൽ നിങ്ങളത് കണ്ടെത്തിയിട്ട് പിറ്റേ ദിവസത്തെ ക്ലാസ്സിൽ പറയണം, എഴുതി വെച്ച് പറയണം. എല്ലാവർക്കും ഉപകാരപ്പെടുന്നത് അങ്ങനെ ചെയ്യണം. നമ്മള് അതിനെയാണ് ആര് പറയുന്നത്? സൈക്കോളജി നമുക്ക് പഠിക്കാൻ പറ്റില്ല. ആര് പറയുന്നത്? അതൊരു മെത്തേഡ് ഓഫ് സ്റ്റഡി ആണ്. ആര് പറയുന്നത്? ആരുടെ സ്റ്റഡി? ആരുടെ സ്റ്റഡി പറയടേ. ആരെ അങ്ങനെ ആ ഒരു ലേണിംഗ് തിയറി കൊണ്ടുവന്നിരിക്കുന്നത്? ഡിസ്കവറി ലേണിംഗ് ആരുടേതാ? ബ്രൂണർ അല്ലേ? കണ്ടെത്തൽ പഠനം എന്ന് പറയുന്നത്
ബ്രൂണറുടെയാണ് ഡിസ്കവറി ലേണിംഗ് എന്ന് പറയുന്നത്, അല്ലെ? ആ ഡിസ്കവറി ലേണിംഗിന്റെ ഒരു മൊത്ത കച്ചവടമായിട്ട് കൊട്ടക്കണക്കിന് പെട്ടെന്ന് എടുത്ത കുട്ടികൾ കൊടുത്തൊരു സംഭവമാണ്. ഇപ്പൊ അതില്ല. ഏതായിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോ നിർത്തലായി കളഞ്ഞത്. അതിനെ അനുകരിച്ച് അതിനെ കളിയാക്കിക്കൊണ്ട് ഫിലിമൊക്കെ വന്ന് DPP എന്നുള്ള സാധനം അതിപ്പോ SCRT ലയിപ്പിച്ചു, അല്ലേ? മൊത്തം പിള്ളേർക്ക് പുസ്തകം ഇല്ലാതെ ഫുള്ള് കളി ചിരി, നെയ്യപ്പം കാണാനായിട്ട് ചായക്കടയിൽ പോവുക, പോലീസ് സ്റ്റേഷൻ കാണാനായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോവുക, അങ്ങനെയൊക്കെ കണ്ടെത്തി കുട്ടികളെ സ്വയം കണ്ടെത്തിയിട്ട് പഠിക്കുക. പുറത്തിറങ്ങിയിട്ട് എല്ലാ സ്റ്റഡിക്കൊക്കെ പറ്റത്തില്ല. മാത്സ് പഠിക്കാനായിട്ട് അങ്ങനെ പുറത്തിറങ്ങി കലറങ്ങി എണ്ണി പഠിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അത് കുറെ ഡ്രോബാക്സ് ഒക്കെ വന്നുകൊണ്ടാണ് അത് നിർത്തലായിക്കളഞ്ഞത്. പോട്ടെ, അതിലേക്ക് വരാം, നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പം കാട്ടുപള്ളി പാരി പിന്നേറ്റ് ആണ് കേട്ടോ. എന്താണ്, ഈവൻ നമ്പറിലാണ് അവസാനിക്കുന്നത്. റാച്ചസ് അവസാനിക്കുന്നത് ഈവൻ നമ്പറിലാണ്. ഓക്കെ, പിന്നെ പിന്നെന്താ പറഞ്ഞിരുന്നത്? ദി പിക്ചർ ബൈ പിന്നേറ്റ് ബൈ പിന്നേറ്റിന് എക്സാമ്പിൾ തൊട്ടവാടി അക്യൂഷൻ ബൈ പിന്നേറ്റിന് എക്സാമ്പിൾ. വേറെന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടുപിടിക്കുക. വേറെന്തെങ്കിലും ഉണ്ടോ നോക്കുക, കണ്ടുപിടിക്കുക. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടുപിടിക്കുക. ഓർമ്മ വരുന്നുണ്ടോ? ഓർമ്മ വരുന്നുണ്ടോ? അപ്പ ട്രൈപ്പിന്നേറ്റാണ്. വെരി ഗുഡ്. ഡ്രം സ്റ്റിക്ക് ട്രൈപ്പിനാണ്. ഇപ്പൊ നമുക്ക് കിട്ടിയില്ലേ? ഇപ്പൊ മനസ്സിലാവുന്നില്ലേ? ഓക്കെ, അത്രേ ഉള്ളൂ. ഇവരിങ്ങനെ ട്രൈപ്പിനേറ്റ് ആണ്. അപ്പൊ ട്രൈപ്പിനേറ്റ് നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ, അല്ലേ? ട്രൈപ്പിനേറ്റ് പറയേണ്ട ആവശ്യമില്ല. അപ്പം ദി പിക്ചർ വീണ്ടും ഉപയോഗിച്ചു. ഇങ്ങനത്തേക്ക് വേറൊരു കാര്യം ആലോചിക്കുക. ഇപ്പോഴത്തെ ക്വസ്റ്റ്യനിൽ എന്തുകൂടെ ഉണ്ട്? പണ്ട് മൾട്ടിപ്പിൾ ചോയ്സ് ആകുമ്പം എന്ത് മാത്രമേ ഉള്ളായിരുന്നു? ജസ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പോഴാണെങ്കിലോ സ്റ്റേറ്റ്മെന്റ് മാത്രമല്ല. ചിലപ്പോ എന്ത് ചെയ്യും? LPP കണ്ടിട്ടില്ലേ? ചിലപ്പോ എന്ത് ചെയ്യും? പിക്ചർ കൂടെ ഉണ്ടായിരിക്കും. പിക്ചർ എന്നിരിക്കും, പിന്നെ പിക്ചർ വരും, പിക്ചർ കൂടെ തരും നിങ്ങൾക്ക്. അങ്ങനെ പ്രശ്നമുണ്ട്, മനസ്സിലായില്ലേ? പിക്ചർ വന്നിട്ട് പിക്ചറിൽ ABCD എന്ന് വന്നിട്ട് ഇത് B എന്ന് പറഞ്ഞ് കണ്ടെത്തി എഴുതാൻ പറഞ്ഞു കളയും. അങ്ങനെയാണ് ചോദിക്കുന്നത്. നിങ്ങളിതിൽ മറ്റേ ഈ ബോർഡിനെ പഠിച്ചവർക്കറിയാം, ഇതിന് നമ്മൾ മറ്റേ സ്കിൻഡർ ബോം സീരീസ് പഠിക്കത്തില്ലേ ഫിലോ ടാക്സിൽ? ഓർമ്മയുണ്ടോ? സ്കിൻഡർ ബോം ഓർമ്മയുണ്ടോടെ? സ്കിൻഡർ ബോം സീരീസ് ഓർമ്മയുണ്ടോ? അത് കേട്ടിട്ടുമില്ലയോ? അല്ലേ? 1/2, 1/3, 2/5, 3/8, 5/13. ഇതാണ് ഇങ്ങനെ പോകുന്നതാണ് സ്കിൻഡർ. ഒരുപാട് കോമൺ സെൻസ് മാത്സ്. അത് എങ്ങനെയാണ് ഈ ഇലകൾ അടുക്കി വെച്ചിട്ട് ഇലകൾ അതിന്റെ നോഡിൽ അടുക്കുന്നതെന്നുള്ളതിന് സ്കിൻബർഗർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഒരു സീരീസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ഇലകളുടെ അറേഞ്ച്മെന്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഒന്നുമില്ല. അതായത് 1/2 പിന്നീട് പറഞ്ഞുതരാം. ഈ 1/2 ഇത് കൂടെ കൂട്ടി ഇതാവും, ഇത് കൂടെ കൂട്ടി ഇതാവും. അതായത് 1 1 2 3 2 5. അടുത്തത് ഈ 2 3 കൂടെ കൂട്ടി ഇവിടെ എഴുതുന്നു 5. ഈ 5ഉം 8 കൂടെ കൂട്ടി 13. ഇനി അടുത്തത് ഈ 5ഉം 3 കൂടെ കൂട്ടി 8 എഴുതും, 13 8 കൂടെ കൂട്ടി 21 എഴുതും. പരീക്ഷ ചോദിച്ചിട്ടുണ്ട്. ഒരു 4 സീരീസ് വരും ഇതേപോലെ. എപ്പോഴും സ്കിൻബർഗർ സീരീസ് ആകുമ്പോൾ എന്തായിരിക്കും? ഇത് ഏത് ഫോം ഓഫ് മാത്സ് ആയത്? 1/2, 1/3, 2/4 ഇങ്ങനെ എഴുതി പോകുന്നത്. ഇതെന്താണ്? നോർമൽ സംഖ്യയല്ല. എന്ത് സംഖ്യയാണ്? ഫ്രാക്ഷൻ ആണ്, അല്ലെ? ഭിന്നസംഖ്യയാണ്. ഒന്നാമത് ഭിന്നസംഖ്യ ആയിരിക്കും. അപ്പൊ എപ്പോഴും ഭിന്നസംഖ്യയായിട്ടേ വരുള്ളൂ. ഭിന്നസംഖ്യയും സാധാ സംഖ്യയായിട്ട് വരത്തില്ല. അങ്ങനെ കുറെ പ്രത്യേകം പഠിക്കാം. ഇതിന്റെ അവസാനം ഫില്ലോ ടാക്സ് പഠിപ്പിച്ചതിന്റെ അവസാനം പഠിപ്പിച്ചു തരാം, പറഞ്ഞുതരാം. ഇത് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് മറ്റ് ഈ നാഷണൽ ലെവൽ എക്സാമിനാണ്. സയൻസ്, നമ്മുടെ ഫോറസ്റ്റ് സർവീസ് അങ്ങനെയൊക്കെയുള്ള എക്സാമുകൾക്ക്, പിന്നെ നമ്മുടെ എൻട്രൻസ് എക്സാമിനൊക്കെ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുണ്ട്. PSC നമ്മുടെ കോളേജിയറ്റ് എക്സാമിനൊക്കെ ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട്.
HSA ചോദിക്കുന്ന കണ്ടിട്ടില്ല, HST-യിലും ഈ സീരീസ് ചോദിക്കുന്ന കണ്ടിട്ടില്ല. സ്കിംബർഗറിനെ പറ്റി ചോദിക്കാറുണ്ട്. ഫില്ലോടാക്സി എന്ന് പറയുന്നത് ആരുമായിട്ട്, അല്ലെങ്കിൽ സ്കിംബർഗർ എന്ന് പറയുന്നത് ഏത് സാധനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഓപ്ഷനൊക്കെ ഇട്ട് ചോദിക്കാറുണ്ട്. സ്കിംബർഗർ എന്ന് പറയുന്ന അല്ലെങ്കിൽ സ്കിംബർഗർ സീരീസ് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. സീരീസ് ഇട്ട് ചോദിച്ചിട്ടില്ല. മറ്റുള്ള എക്സാമിന് ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. സീരീസ് ഇട്ടിട്ട് 4 സീരീസ് വരും, അതിൽ ഏതൊക്കെയാണ് ഒന്ന് തെരഞ്ഞെടുത്ത് എഴുതാൻ കാണും. പറയാം, നമുക്ക് പഠിക്കാം, അതിലേക്ക് വരാം. അത് ഫില്ലോടാക്സി പഠിച്ചിട്ട് അവസാനം അത്രേ ഉള്ളു. കുഞ്ഞു കാര്യമാണ്, ഈ പറഞ്ഞ കാര്യം തന്നെയാണ്, സിമ്പിൾ ആയിട്ടുള്ള കാര്യം. ഓക്കെ, പോട്ടെ. അപ്പൊ അടുത്തത്, അപ്പൊ ബൈഫോളിയേറ്റ് തീരുന്നു. നെക്സ്റ്റ് മൂന്നാമത്തത് ട്രൈഫോളിയേറ്റ്. മൂന്നാമത്തത് ട്രൈഫോളിയേറ്റ്. ട്രൈഫോളിയേറ്റ് ട്രൈപിന്നേറ്റ്. ഞാൻ കുറച്ച് കടന്ന് ചിന്തിച്ചു, ഇത് കഴിഞ്ഞിട്ടാണ് ഫോളിയേറ്റ് വരുന്നത്. ട്രൈപിന്നേറ്റ് അല്ലെങ്കിൽ ത്രിപിച്ചകം അല്ലേ, ത്രിപിച്ചകം. ട്രൈഫോളിയേറ്റ്, ത്രിപിച്ചകം. എന്താ ത്രിപിച്ചകം? പറയാലോ, ഇത് നിങ്ങൾക്ക് പറയാലോ ത്രിപിച്ചകം എന്താണെന്നുള്ളത്. എന്തായിരിക്കും? ബൈപിച്ചകങ്ങള്, ദ്വിപിച്ചകങ്ങള്, വീണ്ടും അല്ലേ? നമ്മൾ ബൈ പറഞ്ഞപ്പോ എങ്ങനെയാ പറഞ്ഞത്? ദ്വിപിച്ചകങ്ങൾ പറഞ്ഞപ്പോ എങ്ങനെയാ പറഞ്ഞത്? ഏകപിച്ചകങ്ങളായിട്ടുള്ള ലീഫ്ലെറ്റുകൾ വീണ്ടും വിഭജിച്ചാൽ ദ്വിപിച്ചകം അല്ലേ? ഇനി ദ്വിപിച്ചകങ്ങളായിട്ടുള്ള പത്രങ്ങള് വീണ്ടും വിഭജിച്ചാൽ ത്രിപിച്ചകം. ദ്വിപിച്ചകങ്ങൾ വീണ്ടും വിഭജിച്ചാൽ ത്രിപിച്ചകം. അത്രേ ഉള്ളൂ. അതായത് വരച്ചു തരാം. റാച്ചിസ് കോമൺ ആയിട്ടുള്ള ഏകപിച്ചകം, പിന്നേറ്റ്. അതിൽ തന്നെയാണ് നമ്മൾ വരച്ചത്. എന്തുണ്ടാകുന്നു? ദ്വിപിച്ചകങ്ങൾ ഉണ്ടാകുന്നു. പിന്നേഴ്സും പിന്നെ പിന്നേഴ്സും, ഇത് പിന്നേഴ്സ്. ഇതിന്റെ റാച്ചസിനെ എന്താ വിളിക്കുന്നത്? റാച്ചില. നോക്കിയോ. അപ്പൊ ഇതിൽ നിന്ന് ഈ സാധനം, ഈ സംഭവം, അതായത് ദ്വിപിച്ചകം വീണ്ടും വിഭജിക്കും. ഈ ദ്വിപിച്ചകങ്ങളായിട്ടുള്ള ലീഫ്ലെറ്റ് റാച്ചിലയും പിന്നേഴ്സും വീണ്ടും വിഭജിക്കും. വിഭജിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് നോക്കിയോ, പിന്നേഴ്സ് ഉണ്ടാവും. ഓക്കെ, പിന്നേഴ്സ് ഉണ്ടായിട്ട് അതില് ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ വന്നു കാണും അങ്ങനെയുള്ള ഇല ഞാൻ നിൽക്കുന്നത്. വീണ്ടും പിന്നേഴ്സ് ഇങ്ങനെ ഉണ്ടാവും. ഇങ്ങനെ ഉണ്ടായിട്ട് ഇതില് ലീഫ് ഉണ്ടാവും. ഇങ്ങനെ ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? ത്രിപിച്ചകം. ഇതാണ് ത്രിപിച്ചകം. ഇങ്ങനെ അപ്പൊ 3 വട്ടായി. ഏകപിച്ചകം ഉണ്ടായിരിക്കും, ദ്വിപിച്ചകം ഉണ്ടായിരിക്കും, വീണ്ടും എന്തുകൊണ്ട് ഇതിന്റെ അടുത്തൊരു വർഷം വരും. അപ്പൊ ഇതിനെ വിളിക്കുന്നത് പിന്നേഴ്സ് എന്നും. ഇത് പിന്നേഴ്സ് തന്നെയാണ്, ഇത് റാച്ചില തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, പറയണേ, പെട്ടെന്ന് പറയണേ. മനസ്സിലായിരുന്ന ആള്, ഇങ്ങനെ കാണുന്ന ആള്, ഇത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കാറുണ്ടല്ലോ, വീട്ടില് ജ്യൂസ് ഒക്കെ അടിച്ച് കുടിക്കാറുണ്ടല്ലോ. എന്താ ആരാ ഇപ്പൊ പറഞ്ഞല്ലേ ഉള്ളു? മുരിങ്ങ. ഇപ്പൊ പറഞ്ഞല്ലേ ഉള്ളു നിങ്ങള്. മുരിങ്ങ എങ്ങനെ? ഡ്രം സ്റ്റിക്ക്. മുരിങ്ങ എങ്ങനെയുള്ളതാണ്? അപ്പൊ ട്രൈപിന്നേറ്റ്. അപ്പൊ ദ്വിപിച്ചകങ്ങളിൽ നിന്നും ദ്വിപിച്ചകങ്ങളായിട്ടുള്ള റാച്ചിലകൾ വീണ്ടും ഡിവൈഡ് ചെയ്യുന്നത്, വിഭജിക്കുന്നതാണ് ത്രിപിച്ചകങ്ങൾ. എക്സാമ്പിൾ മുരിങ്ങ. ട്രൈപിന്നേറ്റിന് വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? ട്രൈപിന്നേറ്റിന് മുരിങ്ങ അല്ലാതെ ട്രൈപിന്നേറ്റിന്
ട്രൈപിന്നേറ്റ്, മുരിങ്ങ അല്ലാതെ എന്തെങ്കിലും ട്രൈപിന്നേറ്റ് കോമ്പൗണ്ട് ലീഫിന്? ശതാവരി ഉണ്ടോ? ശതാവരി ഉണ്ട്. ഓക്സാലിസ് ഉണ്ടെന്നോ? ഓക്സാലിസ് അറിയാമോ? ഓക്സാലിസ് അറിയാമോ? പുളിയാറിൽ എന്നൊക്കെ പറയുന്ന ഒരാളെ അറിയാമോ ഇവിടെ? ഓക്സാലിസ് കേട്ടിട്ടുണ്ടോ? ഇല്ല കേട്ടിട്ടില്ല. അത് കേട്ടില്ല. അപ്പൊ വേണ്ട, ഓക്സാലിസ് എഴുതണ്ട, എഴുതി വെക്കേണ്ട. കേട്ടിട്ടില്ലെങ്കിൽ എഴുതി വെക്കേണ്ട. കോമൺ ആയിട്ടുള്ള മുരിങ്ങ എഴുതിക്കോ. മുരിങ്ങ മറ്റേ ഒലിഫറ അല്ലേ? മുരിങ്ങ ഒലിഫറ മുരിങ്ങ ഒലിഫറ എന്നാണ്. മറ്റത് മുരയ ഇൻഡിക്ക എന്ന് പറയുന്നത് നമ്മുടെ കറിവേപ്പിലയാണ്. ഇത് മൊരിങ്ങ എന്നല്ലേ? മുരിങ്ങ ഒലിഫറ, ഒലിഫറ, FERA, ഒലിഫറ ഇങ്ങനെ എഴുതുന്നത്. മുരിങ്ങ ഒലിഫറയാണ് മുരിങ്ങ എന്ന് പറയുന്നത്. ട്രൈപിന്നേറ്റ്, ഓക്കെ. അതായത് ബൈപിന്നേറ്റ് ആയി വീണ്ടും ആണ് ഒന്നും കൂടി ഡിവൈഡ് ചെയ്യും, അപ്പൊ ട്രൈപിന്നേറ്റ് ആവും. ട്രൈപിന്നേറ്റ് പ്ലാന്റ് ഏറ്റവും ബെസ്റ്റ് നോൺ എക്സാമ്പിൾ മുരിങ്ങയാണ്. ട്രൈപിന്നേറ്റ് കോമ്പൗണ്ട് ലീവ്സിന് ബെസ്റ്റ് നോൺ എക്സാമ്പിൾ മുരിങ്ങയാണ്. പിന്നെ മെലിയുണ്ട്, കുറെ പ്ലാന്റ്സുകളുണ്ട്. പക്ഷെ നമുക്ക് അറിവിലേക്കുള്ളത് ഇത് മാത്രം നിങ്ങൾ നോക്കി വെച്ചാൽ മതി. ട്രൈപിന്നേറ്റ്. പിന്നെ അദ്ദേഹം പറഞ്ഞ ഏതാണ് വേറൊന്നും പറഞ്ഞതായിരുന്നു? ശതാവരിയുടേത് അസ്പരാഗസിനെ തന്നെ ഉദ്ദേശിച്ചത്. അസ്പരാഗസിനെയാണ് ഉദ്ദേശിച്ചത്. അസ്പരാഗസ് അല്ല, അസ്പരാഗസ് എന്ന് പറയുന്നത് ലീഫ് ആണോ? അത് ലീഫിന്റെ മോഡിഫിക്കേഷൻ അല്ലേ അസ്പരാഗസ് എന്ന് പറയുന്നത്? അസ്പരാഗസ് എന്ന് പറയുന്നത് അത് ലീഫ് അല്ല. ലീഫ് ക്ലാഡോഡ് പഠിച്ചിട്ടില്ലേ? ഫില്ലോഡ്, ക്ലാഡോഡ് എന്നൊക്കെ പറഞ്ഞ് ഫില്ലോ ക്ലാഡ്, ക്ലാഡോഡ് പഠിച്ചിട്ടുണ്ടോ? ഫില്ലോഡ് ഉണ്ട്, അതുകൊണ്ട് ഫില്ലോ ക്ലാഡ് നമ്മൾ പഠിക്കും, അങ്ങോട്ട് വരും. ഫില്ലോ ക്ലാഡ് നമ്മുടെ കൊല്ലമുള്ളിൽ സീറോ ഫാറ്റിക് അഡാപ്റ്റേഷൻ ആണ്. ഒപ്പൻഷ്യ തൈലസിലൊക്കെ ആയിട്ട്. പിന്നെ ക്ലാഡ് ഉണ്ട്. ഓക്കെ, അതായത് ഫില്ലോ ക്ലാഡിൽ തന്നെ വീണ്ടും അതിൽ കൂടെ രണ്ടിൽ കൂടുതലൊക്കെ നോട്ട്സ് വീണ്ടും ഉണ്ടായിട്ട് വരുന്നതാണ് ക്ലാഡോഡ്. അപ്പൊ ക്ലാഡോഡ് അസ്പരാഗസിന്റെ ഒരു എന്ന് പറഞ്ഞാൽ ക്ലാഡോഡ് അസ്പരാഗസ് അതില്. അപ്പൊ എല്ലാവരും ഒന്ന് നോക്കുക, നമ്മളിപ്പോ ഇവിടെ ഇല്ല, ഞാൻ അവിടെ ഉണ്ടാകും, നോക്കട്ടെ. ഓക്കെ, അപ്പൊ ട്രൈഫോളിയേറ്റ് ഓക്കെ ആണോ? ഇനി നാലാമതൊരാളും കൂടെ ഉണ്ട്. അയാളെ നമ്മൾ വിളിക്കുന്നത് ഡി കോമ്പൗണ്ട് ലീവ്സ് എന്നാണ്. പലരും വിട്ടുപോകുന്നതാണ് ഇത്. ഡി കോമ്പൗണ്ട് ലീവ്സ് എന്നാണ്. ഡി കോമ്പൗണ്ട് ലീവ്സ് അല്ലെങ്കിൽ നമ്മൾ ഇതിനെ വിളിക്കുന്നത് എന്തായിരിക്കും? 1 2 3. ഇനി 3ൽ കൂടുതൽ എന്ത് വിളിക്കും? 4 വിളിക്കേണ്ട കാര്യമില്ല, മൊത്തത്തിൽ ചേർത്തിട്ട് ഇവിടെ വിളിക്കാം. എന്ത് വിളിക്കാം? ബഹുപിച്ചകം. ഓക്കെ, അതായത് ഇപ്പൊ എത്ര വിഭജനം വന്നു? നമ്മുടെ ട്രൈ വരെ എത്ര എണ്ണം വന്നു? പഠിക്കാൻ എളുപ്പമാണ്. എത്ര വിഭജനമുണ്ട്? ട്രൈ വരെ പറഞ്ഞപ്പോ എത്ര വിഭജനമായി? 1 2 3 അല്ലെ? 3 വിഭജനം വന്നപ്പോ ട്രൈ ആയി. ഇനി 3ൽ കൂടുതൽ വിഭജനം വന്നാൽ എന്താവും? 3ൽ കൂടുതൽ വിഭജനം വന്നാൽ എന്തായിട്ട് മാറും ഇവിടെ? അതാണ് എന്റെ ആൻസർ. എന്താണ് ഡി കോമ്പൗണ്ട് ലീഫ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് 3ൽ കൂടുതൽ വിഭജനം ഉണ്ടെങ്കിൽ, 3ൽ കൂടുതൽ വിഭജനങ്ങൾ വന്നു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ലീവ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് വിളിക്കുന്നവിടെ ഡി കോമ്പൗണ്ട് ലീവ്സ്. ഇത് നിങ്ങൾ എല്ലാവരുടെയും വീട്ടിന്റെ ഫ്രിഡ്ജിൽ കാണും. ഈ സാധനം നോക്കിയാൽ മതി. എനിക്ക് പെട്ടെന്ന് മനസ്സിൽ കിട്ടുന്നില്ല വരയ്ക്കാനായിട്ട്. മല്ലിയില അറിയാമല്ലോ, മല്ലിയില. ഇനി ക്യാരറ്റിന്റെ ഇല കണ്ടിട്ടുണ്ടോ? ക്യാരറ്റ്, മല്ലിയുടെ ഇല,
ക്യാരറ്റിലെ ഒക്കെ ഈ ബഹുപിച്ചകത്തിന് എക്സാമ്പിൾ. മല്ലിയില കാണാത്തവരായിട്ട് ആരും കാണത്തില്ല. നാളെ ഒന്ന് നോക്കുക, അല്ലെങ്കിൽ ഒന്നൊരു പിക്ചർ എടുത്തിടുക വീട്ടിലുണ്ടെങ്കിൽ. അതാണ് ബഹുപിച്ചകം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആണോടെ? പിന്നേറ്റിലെ കോമ്പൗണ്ട് ലീവ്സ് യൂണി പിന്നേറ്റ്, ബൈ പിന്നേറ്റ്, ട്രൈ പിന്നേറ്റ്. ആ യൂണി പിന്നേറ്റില് പാരി പിന്നേറ്റ്, ഇംപാരി പിന്നേറ്റ്, പിന്നെ ബൈ പിന്നേറ്റ്, പിന്നെ ട്രൈ പിന്നേറ്റ്, പിന്നെ ഡി കോമ്പൗണ്ട് ലീവ് ബഹുപിച്ചകം. കിട്ടിയോ? കിട്ടിയോടെ? അപ്പൊ ലഘുപത്രം, സംയുക്ത പത്രം, പിച്ചകം, ഹസ്തം, പിന്നെ ഈ പിച്ചകത്തിന് വീണ്ടും തിരിക്കുന്നു. യൂണി പിന്നേറ്റ്, ഏക പിച്ചകത്തെ വീണ്ടും തിരിക്കുന്നു. പാരി പിന്നേറ്റും ഇംപാരി പിന്നേറ്റും, പിന്നെ ബൈ പിന്നേറ്റ്, അതുപോലെ തന്നെ ട്രൈ പിന്നേറ്റ്, ലാസ്റ്റ് ഡി കോമ്പൗണ്ട് ലീഫ് അല്ലെങ്കിൽ ബഹുപിച്ചകം. എക്സാമ്പിൾ മല്ലിയിലെയും ക്യാരറ്റിലെയും. കിട്ടിയോ? പിന്നേറ്റ് കോമ്പൗണ്ട് ലീഫ് എല്ലാവർക്കും മനസ്സിലായോ? പിന്നേറ്റ് പിച്ചക സംയുക്ത പത്രം. ക്ലിയർ ആണോടെ? ക്ലിയർ ആണോ? ആ പിന്നേറ്റ് ഒരു ഫ്ലോ ചാർട്ടൊക്കെ വെച്ച് പിന്നേറ്റിനെ നമ്മൾ എന്തായിട്ട് തിരിച്ചു? ആദ്യം പിന്നേറ്റിനെ പിന്നേറ്റ് കോമ്പൗണ്ട് ലീഫിനെ ആദ്യം എത്രയായിട്ട് തിരിച്ചു? ഞാൻ പറയട്ടെ, പിച്ചകം നമുക്ക് എഴുതാം. ആ ഒരു മൂന്നായിട്ട് തിരിച്ചു. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരച്ചിട്ടിരുന്നാൽ മതി. യൂണി ബൈ ട്രൈ. ഇനി ഈ യൂണിയെ വീണ്ടും തിരിച്ചില്ലേ നമ്മള്? യൂണി പിന്നേറ്റിനെ വീണ്ടും തിരിച്ചില്ലേ? ഏതൊക്കെയാണ്? എന്താണ്? ഡി കോമ്പൗണ്ട് നാലാമത്തതിന്റെ കൂടെ ചേർക്കാം. പിന്നേറ്റ് തന്നെയാണ്. ബഹുപിച്ചകം, ട്രൈ പിന്നേറ്റ്, ഡി കോമ്പൗണ്ട്, ബഹുപിച്ചകം. അതിൽ യൂണിയോ പാരി പിന്നേറ്റ്, ഇംപാരി പിന്നേറ്റ്. ഇത്രയും നോക്കിയത് അല്ല, ഇത്രയും ഫ്ലോ ചാർട്ടിൽ വരുന്നത്. രണ്ടാമതായിട്ട് നമുക്ക് ഉണ്ടായിരുന്നത് എന്തായിരുന്നു? നമ്മുടെ പാമേറ്റ് അല്ലെ? പാമേറ്റ്ലി കോമ്പൗണ്ട് ലീഫ് അല്ലെങ്കിൽ ഹസ്തക സംയുക്ത പത്രം. വായില് വരണം ഇതൊക്കെ. ഹസ്തക സംയുക്ത പത്രം. അതായത് എന്താണ് ഹസ്തക സംയുക്ത പത്രം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമ്മൾ പറയാം. എന്താണ് ഈ ഇലഞ്ഞെട്ടിലുള്ള പത്രങ്ങളുടെ വിന്യാസം എന്ന് പറയുന്നത്? ഇലഞ്ഞെട്ടിലുള്ള പീറ്റിയോളിലുള്ള നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് ഹസ്തക സംയുക്ത പത്രം എന്ന് പറഞ്ഞു അല്ലേ? അതായത് ലീഫ്ലെറ്റുകൾ, പത്രങ്ങൾ ആരുടെ ടിപ്പിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു? പത്രങ്ങൾ ആരുടെ ശീർഷത്തിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നതിനെയാണ് നമ്മൾ ഹസ്തക സംയുക്ത പത്രം പറയുന്നത്. റാച്ചിസ് എന്നാണ് പറഞ്ഞത് ഞാൻ. പീറ്റികളുടെ ഇലഞ്ഞെട്ടിന്റെ ടിപ്പിൽ വേണമെങ്കിൽ റാച്ചിസ് എന്ന് ഓർത്ത് വെക്കാൻ ഞാൻ പറഞ്ഞു. ഇലഞ്ഞെട്ടിന്റെ ടിപ്പിൽ ഇതേപോലെ ലീഫ്ലെറ്റുകൾ ക്രമീകരിച്ചിരിക്കുന്നത് ഹസ്തക സംയുക്ത പത്രം. ആ ഹസ്തക സംയുക്ത പത്രം അല്ലെങ്കിൽ ഇലഞ്ഞെട്ടിലുള്ള പത്രങ്ങളുടെ വിന്യാസം കൈപ്പത്തി പോലുള്ള, അത് കൊച്ചുപിള്ളേടെ ചോദിക്കും. അങ്ങനെ കൈപ്പത്തി പോലെ ഇരിക്കുന്നതിനെ എന്ത് വിളിക്കുമെന്ന് നമ്മൾക്ക് ഇങ്ങനെ ചോദിക്കത്തുള്ളൂ. ഇലഞ്ഞെട്ടിന്റെ ശീർഷത്തിൽ അല്ലെങ്കിൽ ഇലഞ്ഞെട്ടിന്റെ അപ്പെക്സിൽ അല്ലെങ്കിൽ ഇലഞ്ഞെട്ടിന്റെ അഗ്രത്തിൽ പത്രകങ്ങൾ കേന്ദ്രീകരിച്ചിരിക്കുന്ന തരം പത്രങ്ങളെ വിളിക്കുന്ന പേരെന്ത്? അതാണ് ഹസ്തക സംയുക്ത പത്രം. പാമേറ്റ്ലി കോമ്പൗണ്ട് ലീവ്സ്. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള അതെ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ചെറിയ ടെക്സ്റ്റിലൊക്കെ റാച്ചിസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ചില ചെറിയ ടെക്സ്റ്റുകളിലൊക്കെ റാച്ചിസ് എന്നാണ് കിടക്കുന്നത്. ഇനി PSC അതിൽ കയറി പിടിച്ചു കഴിഞ്ഞാൽ തെറ്റ് പറയാൻ പറ്റത്തില്ല. മോസ്റ്റ് സ്യൂട്ടബിൾ കറക്റ്റ് ആയിട്ടുള്ളത് ഇലഞ്ഞെട്ടാണ്, റാച്ചിസ് അല്ല. ഇത് റാച്ചിസ് അല്ലല്ലോ,
ഇത് റാച്ചിസ് ആണോ? ഇത് റാച്ചിസ് ആണോ? ആണോ? ആണോടെ? ആണോ? അല്ല. ഇലഞ്ഞെട്ടാണ്. 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 ഇലഞ്ഞെട്ടിന്റെ അഗ്രത്തിലാണ് നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചിലപ്പോൾ റാച്ചിസ് എന്ന് കാണാം. അത് PSC ആൻസറുകളൊക്കെ ചിലപ്പോൾ അങ്ങനെ ഒരുപാട് നാൾ വേണം PSCക്ക് മാറ്റാനായിട്ട്. മാറ്റത്തില്ല PSC. ഓക്കെ. അപ്പം അതില് ഇപ്പൊ നമ്മളിപ്പോ പ്ലോവർ ചെടി എടുത്തു കഴിഞ്ഞാലും മാഴ്സീല എടുത്തു കഴിഞ്ഞാലും ബൊംബാക്സ് ഇല എടുത്തു കഴിഞ്ഞാലും ഒക്കെ അതിന്റെ തണ്ട്, അതിന്റെ പിടിയാണ്, ഇലയുടെ പിടി, ഇല ഞെട്ടിലാണ് ഈ അതിന്റെ ലീഫ് ലെറ്റുകൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഓക്കെ. അങ്ങനെയുള്ള ഹസ്തക സംയുക്ത പത്രങ്ങൾ പ്രധാനമായിട്ടും ഒരു 4-5 തരത്തില് 5ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു. 5 കാറ്റഗറീസ് ആയിട്ട് 5ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട് കേട്ടോ. 5 കാറ്റഗറി ആയിട്ടാണ് ഹസ്തക സംയുക്ത പത്രത്തെ തരംതിരിച്ചിരിക്കുന്നത്. 1, 2, 3, 4, 5. അതായത് ഒന്ന് മോണോഫോളിയേറ്റ്, മോണോ. രണ്ടാമത്തത് ബൈഫോളിയേറ്റ്. മൂന്നാമത്തത് ട്രൈഫോളിയേറ്റ്. നാലാമത്തെ ക്വാഡ്രിഫോളിയേറ്റ്. അഞ്ചാമത്തത് ലാസ്റ്റ് നമ്മൾ അവിടെ ഡി കോമ്പൗണ്ട് പറഞ്ഞ പോലെ ഇവിടെ മൾട്ടി ഫോളിയേറ്റ്. എല്ലാത്തിന്റെയും അറ്റത്ത് ഫോളിയേറ്റ് എന്നും പറഞ്ഞുണ്ട്. ഫോളിയേറ്റ്, മോണോഫോളിയേറ്റ്, ബൈഫോളിയേറ്റ്, ട്രൈഫോളിയേറ്റ്, ക്വാഡ്രിഫോളിയേറ്റ്, മൾട്ടിഫോളിയേറ്റ്. അല്ലെങ്കിൽ ഏകപത്രകം. ഇനി ദ്വിപത്രകം, ത്രിപത്രകം, ചതുർപത്രകം. ഇതാണെങ്കിലോ ബഹുപത്രകം കേട്ടോ. ബഹുപത്രകം. അപ്പൊ ഇങ്ങനെ 5 രീതിയിലാണ്, 5 തരത്തിലാണ് മോണോഫോളിയേറ്റ്, ബൈഫോളിയേറ്റ്, ട്രൈഫോളിയേറ്റ്, ക്വാഡ്രിഫോളിയേറ്റ്, മൾട്ടിഫോളിയേറ്റ്. ഫോളിയേറ്റ് എല്ലാത്തിനും ഫ്രണ്ടിലുണ്ട്, കോമൺ ആയിട്ട് എഴുതിക്കൊള്ളണം. ഓക്കെ. അതില് ഏകപത്രകം, ദ്വിപത്രകം, ത്രിപത്രകം, ചതുർപത്രകം, ബഹുപത്രകം. സിമ്പിൾ ആണ്. പെട്ടെന്ന് ഇതുപോലെ പറഞ്ഞ് നമുക്ക് നിർത്താം. പതിനൊന്നായിട്ടില്ലല്ലോ, 11 നിർത്താം നമുക്ക്. ഓക്കെ. അതിൽ ഒന്നാമത്തെ നമുക്ക് ആദ്യത്തെ ഏകപത്രകത്തിലേക്ക് യൂണിഫോളിയേറ്റ്. ഏകപത്രകം. ഒന്നാമത്തത് ഏകപത്രകം, യൂണിഫോളിയേറ്റ്, ഏകപത്രകം. ഒന്നുമില്ല, സിമ്പിൾ ആണ്. ഏകപത്രകം എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. പത്രകം. ഞാനൊരു ഇല വരയ്ക്കും, ഒരു ലീഫ് വരയ്ക്കും. അപ്പൊ നിങ്ങളത് പറയും ഏതാണ് ലീഫ് എന്ന്. ഏകദേശം ആ ഷേപ്പ് കിട്ടുമ്പോൾ തോന്നുന്നു ഞാൻ വരയ്ക്കുമ്പോഴത്തേക്ക്. ഇങ്ങനെയുള്ള ലൈഫാ? ഏത് ലൈഫാ പറയണേ? ലൈഫ് ഏതാ? എനിക്ക് പിടിയാക്കാൻ പറയാമോ? ഇങ്ങനെ അടിയിൽ ഇങ്ങനെ ഒരു വിങ്സ് പോലെ, ഒരു ചിറക് പോലെ, ഒരു വിങ് ലൈക്ക് സ്ട്രക്ചർ. അടിയിൽ ഒരു വിങ് ലൈക്ക് സ്ട്രക്ചർ, ചിറക് പോലുള്ള സ്ട്രക്ചർ ഒക്കെ ഉള്ള ഇങ്ങനെയുള്ള ലീഫ്. വെരി ഗുഡ്. നാരകം. നമ്മുടെ ചെറുനാരകത്തിന്റെ ലീഫ് കണ്ടിട്ടില്ലേ? അത് തന്നെയാണ്. അപ്പൊ ആ ചെറുനാരകത്തിന് ഇതാണ് ലീഫ്ലെറ്റ്. പത്രകം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ബൈഫോളിയേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏകപത്രകം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു പത്രകം രണ്ടാണെന്ന് തോന്നും, പക്ഷെ ഇത് ഒരൊറ്റ പത്രകം തന്നെയാണ്. ഈ ഇല ഇങ്ങനെ മരത്തിൽ നിൽക്കുന്ന കണ്ടു കഴിഞ്ഞാല്, നമ്മുടെ നാരക മരത്തില് ആ ലീഫ് നിൽക്കുന്ന കണ്ടു കഴിഞ്ഞാല് ആ ഇല 2 ഇലയായിട്ട് തോന്നും, പക്ഷെ ഒറ്റ ഇലയാണ്, ഒരൊറ്റ പത്രമാണ്. പക്ഷെ അതിന്റെ ലാസ്റ്റ് അടിയിലായിട്ടൊരു വിങ് ലൈക്ക് സ്ട്രക്ചർ, ചിറക് പോലുള്ള സ്ട്രക്ചർ ആയിട്ട് ഇങ്ങനെ ഡെവലപ്പ് ചെയ്തിരിക്കും. അത്രേ ഉള്ളൂ. ദാറ്റ് ഈസ് ഏകപത്രകം. എന്നാൽ എന്ത് എന്നൊന്നും പറഞ്ഞ് പരീക്ഷയ്ക്ക് എന്താണ് ഏകപത്രകം എന്നും പറഞ്ഞിട്ട് പരീക്ഷയ്ക്ക് അങ്ങനെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാറില്ല.
ജസ്റ്റ് എക്സാമ്പിൾ, ഏക പത്രകത്തിന് എക്സാമ്പിൾ ചോദിക്കും, എഴുതി കൊടുക്കുക. ഏതാണ്ട് സിട്രസ് അല്ലെങ്കിൽ നാരകം. നാരകം. രണ്ടാമത്തത് ബൈഫോളിയേറ്റ് അല്ലെങ്കിൽ ദ്വിപത്രകം. ദ്വിപത്രകം. രണ്ടാമത്തത് ദ്വിപത്രകം, ബൈഫോളിയേറ്റ്. ഒന്നുമില്ല. ലീവ്ലെറ്റ്സ് എത്ര കാണും? എത്ര ലീവ്ലെറ്റ്സ് കാണും? എത്രയാണ് ഇവിടെ? ഒരു ലീഫിൽ എത്ര? രണ്ട്. ഇങ്ങനെ this is bifoliate. ഇങ്ങനെ രണ്ടല മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. This is bifoliate. This is leaflet. ഇത് രണ്ടും പത്രങ്ങളാണ്. രണ്ട് പത്രങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ബൈഫോളിയേറ്റ് ആണ്. പത്രകം എന്ന് വിളിക്കും. രണ്ട് ലീഫ്ലെറ്റ് ആണെങ്കിൽ നിങ്ങളിത് ബോർഡിൽ കഴിഞ്ഞ പ്രാക്ടിക്കലൊക്കെ ചെയ്തിട്ടുണ്ട്. മറ്റേ ബിഗ്നോണിയ, എന്റെ മലയാളം തോടെ ബിഗ്നോണിയയുടെ മന്ദാരം. ബിഗ്നോണിയല്ലേ മന്ദാരം എന്ന് പറയുന്നത്? ബിഗ്നോണിയല്ലേ മന്ദാരം? എന്താണ്? സോറി, ബഹീനാണ് മന്ദാരം. ശരി. മന്ദാരം നമ്മളിവിടെ ഉണ്ട്. ഞാൻ നോക്കട്ടെ. മന്ദാരത്തിന്റെ അങ്ങനെയാണോ? രണ്ടെണ്ണമാണോ നിൽക്കുന്നത്? അല്ലല്ലോ. ഈ ബിഗ്നോണിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു എന്താ പറയാ, നമ്മുടെ നാട്ടുപുറത്തൊക്കെ കാണപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ബിഗ്നോണിയ എന്ന് പറയുന്നത്. ഒരു മഞ്ഞ ഫ്ലവർ പിടിക്കുന്ന, അല്ല മഞ്ഞ കളറുള്ള ഫ്ലവർ പിടിക്കുന്നത്. പല വീട്ടുകളിലൊക്കെ ഒരു ഓർണമെന്റൽ ഫ്ലവർ ആയിട്ടൊക്കെ ഈ പതിനോട് ചേർത്തൊക്കെ ഇഷ്ടംപോലെ വളർത്തി വെച്ചിരിക്കും. ഈ കോളാമ്പി പോലുള്ള മഞ്ഞ ഫ്ലവർ പിടിക്കുന്ന ഒരു പ്ലാന്റ്. അതാണ് അതിന്റെ മലയാളം. നല്ലൊരു മലയാളം ഉണ്ട് ബിഗ്നോണിയക്ക്. ബിഗ്നോണിയ നല്ലൊരു എക്സാമ്പിൾ ആണ് കേട്ടോ. ബിഗ്നോണിയ നമ്മൾ ചോദിക്കണമെങ്കിൽ കോമൺ ലോക്കൽ പ്ലാന്റ് ദ്വിപത്രകത്തിന് എക്സാമ്പിൾ ബിഗ്നോണിയയാണ് ചോദിക്കാറുള്ളത്. പിന്നെ വേറൊരു ഫോറിൻ പ്ലാന്റ് ഉണ്ട്, ഹാൻഡ്വിക്കിയ എന്ന് പറയുന്ന. ഹാർഡ് വിക്കിയ, WICKIA, ഹാർഡ് വിക്കിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് കൂടെ ഉണ്ട് ഈ ദ്വിപത്രകത്തിന്. അത് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ബിഗ്നോണിയ ചോദിക്കണമെങ്കിൽ ബിഗ്നോണിയ ചോദിക്കത്തുള്ളൂ. എന്നാലും നമ്മുടെ ഈ ഹാർഡ് വിക്കിയും കൂടി ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. പിന്നെ മൂന്നാമത്തത് ദ്വിപത്രകമാണ്. ഇത് പെട്ടെന്ന് പഠിച്ചു പോകും. അതുകൊണ്ടാണ് പെട്ടെന്ന് പറയുന്നത്. ത്രിപത്രകം. എക്സാമ്പിൾ മാത്രം ഒന്ന് ഓർത്തിരുന്നാൽ മതി. ത്രിപത്രകം ആകുമ്പോൾ എന്തായിരിക്കും പ്രത്യേകത? ട്രൈഫോളിയേറ്റ് ആകുമ്പോഴത്തേക്ക് എത്ര ലീവ്ലെറ്റ്സ് കാണും? എത്ര ലീവ്ലെറ്റ്സ് കാണും? മൂന്നെണ്ണം. 3 ലീവ്ലെറ്റ്സുകൾ. ഇങ്ങനെ 3 ലീവ്ലെറ്റ്സുകൾ. 1, 2, 3 ഇങ്ങനെയുള്ളത്. ഇതാണ് ട്രൈഫോളിയേറ്റ് എന്ന് പറയുന്നത്. 3 എണ്ണേ കാണത്തുള്ളൂ. 3 എണ്ണം ഉള്ളതാണ് ട്രൈഫോളിയേറ്റ് എന്ന് പറയുന്നത്. ട്രൈഫോളിയേറ്റ്. ഇതിന് എക്സാമ്പിള്, ട്രൈഫോളിയേറ്റിന് എക്സാമ്പിള് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതാണ് ഞാൻ പറഞ്ഞ ഓക്സാലിസ് എന്ന് വിളിക്കുന്നത്. ഓക്സാലിസ് എന്ന് വിളിക്കുന്ന ഒരു പ്ലാന്റ് ഉണ്ട്. ഓക്സാലിസ്, പുളിയാറില എന്നൊക്കെ നമ്മൾ പറയും. ട്രൈഫോളിയേറ്റ്, പുളിയാറില, പൂവളം. അങ്ങനെയാണോ? എനിക്ക് കൂവളം അങ്ങനെ അത്ര പിടി കിട്ടുന്നില്ല. കൂവളം അങ്ങനെയാണോ? നോക്കിയിരുന്ന് പറയണം അറിയാമെങ്കിൽ. കൂവളം ട്രൈഫോളിയേറ്റ് ആണെങ്കിൽ ആണോ? അതന്നെ ആണോ? അങ്ങനെയാണെങ്കിൽ കൂവളം കൂടെ ഓർത്ത് വെച്ചുകൊണ്ടും ഒന്ന് വീടിന്റെ അടുത്ത എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പറിച്ച് ഒന്ന് ഫോട്ടോ ഇട്ടിരിക്കണം കേട്ടോ. കൂവളം ഞാൻ നെറ്റിൽ നോക്കട്ടെ. ഇട്ടിരിക്കണേ. കൂവളം മനസ്സിൽ വെച്ചിരിക്കുക. അദ്ദേഹം പറഞ്ഞനുസരിച്ച് ട്രൈഫോളിയേറ്റ്, തൃക്കണ്ണ്, ശിവൻ, അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് കൂവളമെങ്കിൽ കൂവളം കാണും. ട്രൈഫോളിയേറ്റ് ആണെങ്കിൽ. അല്ലാതെ ചോദിക്കുകയാണെങ്കിൽ പുളിയാറില ചോദിച്ചിട്ടുള്ളത്. പുളിയാറില ചോദിക്കാറുണ്ട്. പുളിയാറിലുണ്ട്. പിന്നെ ഫ്ലവർ ഉണ്ട്. അതെ. എന്താ പറയും? കേട്ടില്ല. ആണോ?
സത്യ 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 ഇങ്ങനെ സത്യ ഇതല്ലേ? സത്യ പുല്ല്. അത് ചിലപ്പോൾ ലോക്കൽ നെയിം ആയിരിക്കും, ചോദിക്കാൻ സാധ്യതയുണ്ട്. ക്ലോവറിന്റെ ഇംഗ്ലീഷ് പേര് ട്രൈഫോളിയം എന്നാണ്. ട്രൈഫോളിയം അതിനെ വിളിക്കുന്നത് അങ്ങനെ തന്നെയാണ്, ട്രൈഫോളിയം എന്നാണ്. കാരണം അത് ട്രൈഫോളിയേറ്റ് ആയതുകൊണ്ട് അതിന്റെ പേര് തന്നെ ട്രൈഫോളിയം എന്നാണ്. ക്ലോവർ നല്ലൊരു എക്സാമ്പിൾ ആണ്, ക്ലോവർ ചെടി. സത്യപുല്ല് അതിന്റെ ലീഫ് ഏകദേശം നമ്മുടെ എനിക്ക് തോന്നുന്നു റോസയുടെ ഇല പോലെയൊക്കെ ഇരിക്കും ഏകദേശം അല്ലേ? ഉരുണ്ട ഇലയിലേടെ ഇങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ടത്. ആ അതെ, സെറേഷൻസ് ഉണ്ട് അല്ലേ? സെറേഷൻസ് ഉണ്ട് ചെറിയ അല്ലേ? സെറേ അത് തന്നെ അത് തന്നെ. അതായത് നടുക്കുള്ള ഇല, അതായത് സെൻട്രലിൽ നിൽക്കുന്ന ഇല കുറച്ച് വലുതും ബാക്കി ബാക്കി നിൽക്കുന്ന ഇല കുറച്ച് ചെറുതായിരിക്കും. അങ്ങനെയാണ് നിൽക്കുന്നത്. ഈ ഒരു ലെവലിലാണ് അയാളെ നിൽക്കുന്നത് അല്ലേ? അല്ലേ? അതല്ലേ? ഓക്കെ, മനസ്സിലായി. അതിന് സത്യപുല്ലെന്നൊരു പേരുണ്ടല്ലേ അല്ലേ? എവിടെയാണ് അവിടെ? കണ്ണൂര്. ഓക്കെ. സൗത്തിന്റെ എന്താ വിളിക്കുന്ന കൊട്ടിയൂരിനെ? സൗത്തിന്റെ എന്താ വിളിക്കുന്ന അവിടെ? കൊട്ടിയൂരിനെ എന്താ വിളിക്കുന്നത്? ദക്ഷിണകാശി. അതല്ലേ ഞാൻ ചോദിച്ചു. ദക്ഷിണ എന്ന് പറയുമ്പോഴത്തേക്ക് സൗത്ത് അല്ലേ? ഓക്കെ. ശിവക്ഷേത്രമല്ലേ കൊട്ടിയൂർ? ഞാൻ ഒത്തിരി നാൾ അവിടെ ഉണ്ടായിരുന്നു, 2 വർഷം അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഒത്തിരി നാൾ ആഗ്രഹിച്ചു അവിടെ പോകണമെന്ന്, പക്ഷെ പറ്റിയിട്ടില്ല. അതെല്ലാം ഇപ്പോഴും ഇല്ലല്ലോ അല്ലേ? മെയ് ടു ജൂൺ അതിന് നമ്മളെ ബാവലിപ്പുഴയുടെ തീരത്തുള്ള അല്ലേ? അതല്ലേ? അക്കരെ കൊട്ടിയൂർ ഇക്കരെ കൊട്ടിയൂർ അല്ലേ? ഓക്കെ. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കുന്നത്, ഈ ടീച്ചിങ് എക്സാമുകൾ പഠിക്കുന്ന ഒരെണ്ണത്തിനും GK ഇല്ല. ഒരാൾക്ക് GK നോക്കത്തില്ല. 20 മാർക്ക് കളഞ്ഞു കുളിക്കും. നിങ്ങൾ അങ്ങനെ ആവരുത്. നിങ്ങൾ അത്ര ഡീറ്റെയിലിംഗ് ആയിട്ട് ഞാൻ പഠിപ്പിക്കും. നന്നായിട്ട് പഠിച്ചോളാം കേട്ടോ. ഓക്കെ. കോൺസ്റ്റിറ്റ്യൂഷനും ബാക്കിയുള്ള എല്ലാം പച്ചവെള്ളം പോലെ പഠിച്ചോളണം. 20 മാർക്കിന് 17 മാർക്ക് വാങ്ങിച്ചിരിക്കണം നിങ്ങൾ, എങ്കിലേ നിങ്ങൾ 1ാം റാങ്കിൽ വരത്തുള്ളൂ, അല്ലെങ്കിൽ വരത്തില്ല. ഓക്കെ. ഈ സബ്ജക്റ്റിന് ഒരുവിധം എല്ലാവരും മാർക്ക് വാങ്ങിക്കും. റാങ്ക് നിശ്ചയിക്കുന്നത് എപ്പോഴും GK ആണ്. GK പോർഷനാണ് റാങ്ക് നിശ്ചയിക്കുന്നത്. ഓക്കെ. അപ്പൊ ഓർത്ത് വെച്ചോളണേ, ഇത്രയും പത്രകം. അപ്പൊ അതിന്റെ കഥയും കൂടെ പറഞ്ഞപ്പോഴും അത് കിട്ടിയില്ലേ? സത്യപുല്ല്, ട്രൈഫോളിയം, പുളിയാറില, പിന്നെ ഞാൻ പറഞ്ഞ ഓക്സാലിസിസ് അല്ലേ? ഓക്സാലിസും കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു എക്സാമ്പിൾ ആണ് ഓക്സാലിസ്. കൂടെ ഓർത്ത് വെച്ചു കേട്ടോ. ഓക്സാലിസ്. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ? എത്ര സ്ലോയിൽ പോകുന്നുണ്ട്? ഈ ഓക്സാലിസ് നിങ്ങളുടെ പറമ്പിലും വയലൊക്കെ ഉണ്ടെങ്കിൽ, അതായത് കണ്ടമില്ലേ, കൃഷി ചെയ്യാത്ത കണ്ടങ്ങളില്ലേ, ഈ എന്ത് നിലങ്ങളായ മാർഷി പ്ലേസസ് ഇല്ലേ? മാർഷി അവിടെ കാണാൻ പറ്റും. മാർഷിയില് ഇങ്ങനെ 3 ഇല തന്നെ ആയിരിക്കും. ഇങ്ങനെയുള്ള 3 ലീഫായിട്ട് ഇങ്ങനെ ഇരിക്കും. ഇതിന്റെ നടുക്ക് കാണാനാണ് ഭയങ്കര രസമാണ്. ഇതിന്റെ നടുക്കൊരു കാപ്പി കളറില്, കാപ്പിപ്പൊടി കളറിലായിരിക്കും ഇതിന്റെ നടുക്ക് ഇങ്ങനെ നിൽക്കുന്നത്. കുറച്ച് ഭാഗം ഇങ്ങനെ കാപ്പിപ്പൊടി കളർ നിറമായിരിക്കും. കണ്ടിട്ടുണ്ടോ അങ്ങനെയുള്ള ഇല? കണ്ടിട്ടുണ്ടോ? അതായത് ഈ ഒരു ഇല എടുക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ഇലയായിരിക്കും. സോറി, ഇതിന്റെ ഒരില, ഈ 3 ഇലയിൽ ഒരില ഞാൻ എടുക്കുകയാണ്. ഒരിലയല്ല, ഒരു ലീഫ്ലെറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വളരെ വളരെ സുന്ദരമായിട്ടുള്ള ഇങ്ങനെയുള്ള ഒരു ലീഫ്ലെറ്റ് ആയിരിക്കും. അതിന്റെ കുറച്ച് ഭാഗം, ഈ ഭാഗം നല്ല അടിപൊളിയായിട്ടുള്ള കാപ്പിക്കുരുവിന്റെ നിറം എന്താണോ, കാപ്പിക്കുരു പഴുത്ത് വരുമ്പോൾ ഉണ്ടാകുന്ന നിറം ഉണ്ടല്ലോ, മനസ്സിലല്ലേ? കാപ്പിപ്പൊടിയുടെ അല്ല, കാപ്പിക്കുരു പഴുത്ത് വരുമ്പോൾ ഉള്ള നിറം എങ്ങനെയാണോ അതുപോലെ നിൽക്കും. നമ്മൾ കണ്ടു കഴിഞ്ഞാല് ഇത് നിങ്ങള് നഴ്സറിയിലൊക്കെ പോയി കഴിഞ്ഞാലേ ഈ ചെടിച്ചട്ടിയിൽ ഭയങ്കര കാശിനൊക്കെ വെച്ചിരിക്കും. പക്ഷെ നമ്മളിവിടെ വയലിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്, കണ്ടത്തില് ഈ ചതുപ്പ് നിലങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് കാണാനായിട്ട്. ഓക്കെ. അതാണ് ഓക്സാലിസ്. നല്ല പൂ പിടിക്കും. ഇതിന് നടുക്കുന്ന് നല്ലൊരു പൂ ഉണ്ടാവും, നല്ല റോസ് നിറത്തിലുള്ള
നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പൂ വരും. ഭയങ്കര രസമാണ്. ഇങ്ങനെ നടുക്കുന്ന് ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ നിൽക്കും. ഇങ്ങനെ നിന്നിട്ട് ഇതിന്റെ നടുക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ പലരുടെയും വീട്ടിൽ ഓർണമെന്റ് പ്ലാന്റ് ആയിട്ട് വളർത്തുന്നുണ്ടായിരിക്കും. നല്ല കുറെ വിതളങ്ങളുള്ള കുറെ ഇതളുകളുള്ള ഒരു നമ്മളെ ചെമ്പരത്തി പൂണൊക്കെ ധരിക്കുന്ന നല്ല ഇതളുള്ള കുറച്ച് അടിപൊളി റോസ് നിറത്തിലുള്ള ഫ്ലവറും ഉണ്ടാവും. നല്ല രസമാണ് കാണാനായിട്ട്. അപ്പൊ ഈ 3 നിറം കൂടെ, അതായത് ഇത് നല്ല റോസ് നിറം, 3 നല്ല റോസ് നിറം, ഇലയുടെ കുറച്ചു ഭാഗം നല്ല പച്ച, അകത്ത് കാപ്പിപ്പൊടി കളർ. അപ്പൊ കാണാൻ ഭയങ്കര രസമായിരിക്കും ഒരുമിച്ച് നിൽക്കുമ്പോഴത്തേക്ക്. ഓക്കെ, അതുകൊണ്ടാണ് അവർ ഓർണമെന്റൽ പ്ലാന്റ്സ് ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ട്രൈഫോളിയേറ്റ് മനസ്സിലായി. എക്സാമ്പിൾ ഏതൊക്കെ ഉണ്ട്? ക്ലോവർ, സത്യപുൽ എന്ന് പറയുന്ന ട്രൈഫോളിയം, പുളിയാറില, കൂവളം, ഓക്സാലിസ്. കൂവളം എന്ന് കാണിക്കണേ കേട്ടോടെ. ഓക്കെ 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 അടുത്തത് നാലാമത്തത് ട്രൈഫോളിയേറ്റ്. ചതുർപത്രകം ട്രൈഫോളിയേറ്റ്. നാലാമത്തെ അപ്പൊ എത്ര എണ്ണം ഉണ്ടായിരിക്കും? ചതുർപത്രം എത്ര ലീഫ് ഉണ്ടായിരിക്കും? സ്വാഭാവികമായിട്ടും ചതുരാകുമ്പോഴത്തേക്ക് 4 എണ്ണം ഉണ്ടായിരിക്കും അല്ലേ? ട്രൈ അല്ല, ക്വാഡ്രിഫോളിയേറ്റ് ഇല്ല, ഞാൻ ട്രൈ എന്നാ പറഞ്ഞത്. ക്വാഡ്രിഫോളിയേറ്റ് ചതുർ ക്വാഡ്രിയാണല്ലോ. അപ്പൊ 4 എണ്ണം. 1 2 3 4. ഇത് 4 ലീഫ്. 1 2 3 4 ലീഫ്. ഇങ്ങനെ 4 എണ്ണം ഉള്ളത് ക്വാഡ്രിഫോളിയേറ്റ്. ഓക്കെ, അപ്പൊ ഈ ഞാനീ പറഞ്ഞ നമ്മള് ഫോളിയേറ്റ് പറഞ്ഞപ്പം, അതായത് മോണോഫോളിയേറ്റും ഡൈഫോളിയേറ്റും ട്രൈഫോളിയേറ്റും ക്വാഡ്രിഫോളിയേറ്റ് ഒക്കെ ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഈ ഫോളിയേറ്റിന്റെ ലീഫ്ലെറ്റുകളെല്ലാം അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഏതിലാണ്? ഇതേതാ? ഈ സാധനം ഏതാ? ഈ ഭാഗം ഏതാ? ഇതേതാ? റാച്ചിസ് ആണോ പീറ്റ്യൂൾ ആണോ? പറയടേ, ഇത് റാച്ചിസ് ആണോ പീറ്റ്യൂൾ ആണോ? ഏകപത്രത്തില് റാച്ചിസ് ആണോ ഇലഞ്ഞെട്ടാണോ? പറയേ. റാച്ചിസ് അല്ല, ഇലഞ്ഞെട്ടാണ്, പീറ്റ്യൂൾ ആണ്. എല്ലാത്തിന്റെയും ഇലഞ്ഞെട്ടിലാണ്, പീറ്റ്യൂളിലാണ് ലീഫ്ലെറ്റുകൾ, പത്രങ്ങൾ കാണപ്പെടുന്നത്. ഏതില്? നമ്മൾ ആദ്യം പറഞ്ഞില്ലേ? ആദ്യമേ അങ്ങനെയല്ലേ പറഞ്ഞത് ഇല്ലേ? ആദ്യമേ നമ്മുടെ ഹസ്തക സംയുക്ത പത്രത്തില് ലീഫ്ലെറ്റുകൾ ആരുടെ ടിപ്പിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു പറഞ്ഞത്? ആരുടെ ടിപ്പിൽ? പീറ്റ്യൂളിന്റെ, ഇലഞ്ഞെട്ടിന്റെ ടിപ്പിൽ. അപ്പൊ അത് മറന്നു പോകരുത്, തെറ്റിപ്പോകരുത്. പിന്നെ നിങ്ങൾ ടെക്സ്റ്റ് വായിച്ചെന്ന് പറയുന്ന റാച്ചസിന്റെ കാര്യം മറന്നു പോകാതിരിക്കൂ, അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പം നാലാമത്തത് ക്വാഡ്രിഫോളിയേറ്റ്, ചതുർപത്രകം. ഓക്കെ, ചതുർപത്രകം. അപ്പൊ ഇത് എല്ലാം ലീഫ്ലെറ്റുകളാണ്, ഇതെല്ലാം ലീഫ്ലെറ്റാണ്. ഇത് ഇലഞ്ഞെട്ടുമാണ്. ഇലഞ്ഞെട്ടില് 4 എണ്ണം, 4 പത്രകങ്ങളുണ്ട്. 4 പത്രകങ്ങളുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് ചതുർപത്രകം. എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പ്ലാന്റ് ആണ്. ഏതാണ്? അതും നല്ല സുന്ദരമായ പ്ലാന്റ് ആണ്, കാണാൻ നല്ല രസമുള്ള ഒരു പ്ലാന്റ് ആണ്. അതൊരു ഫേൺ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഫേൺ പറഞ്ഞില്ലേ നേരത്തെ? ഏതാ? എവിടെ? മാഴ്സീലിയ പറഞ്ഞ ഓർമ്മയുണ്ടോ? മാഴ്സീലിയ പറഞ്ഞ ഓർമ്മയുണ്ടോ? വയലിലെ കാണപ്പെടുന്ന ഇഷ്ടംപോലെ കാണും. എല്ലാ വയലിലും എല്ലായിടത്തും ഉള്ളൊരു പ്ലാന്റ് ആണ് ഈ മാഴ്സീലിയ. നമ്മൾ അക്വേറിയം പ്ലാന്റ് ആയിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട്, കാശ് കൊടുത്ത് വാങ്ങിക്കാറുണ്ട്. ഇതില്ലാത്ത നാടിലൊക്കെ ഇങ്ങനെ നിൽക്കുന്ന നല്ല രസമാണ് കാണാനായിട്ട്. ഇങ്ങനെയാണ് നിൽക്കുന്ന ആ സാധനം മാഴ്സീലിയ. നല്ല രസമുള്ള ഒരു പ്ലാന്റ് ആണ്. ഇങ്ങനെ 4 ലീഫ്ലെറ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കും. ദിസ് ഈസ് മാഴ്സീലിയ. എക്സാമ്പിൾ മാഴ്സീലിയ. ഇതൊരു ഫേൺ ആണ്. ഓക്കെ, ക്വാഡ്രിഫോളിയേറ്റ് ആയിട്ടുള്ള ലീഫാണ്. അടുത്ത ചതുർപത്രം കഴിഞ്ഞാൽ ലാസ്റ്റ് വരുന്നത് 5ാമത്തെ നമ്മൾ പഠിച്ചത് മൾട്ടിഫോളിയേറ്റ് അല്ലെങ്കിൽ ബഹുപത്രകമാണ്. ബഹുപത്രകത്തിന് എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ആളാണ് ഈ ബഹുപത്രകത്തിന്. ആരായിരിക്കും? നേരത്തെ ഞാൻ പറഞ്ഞത്, ഞാൻ നീണ്ട ഇലയുള്ള, കാണാൻ നല്ല രസമുള്ള,
അതിന്റെ കുരു തിന്നാനൊക്കെ ഉപയോഗിക്കുമെന്ന് പറഞ്ഞ്, തലയണയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുമെന്ന് പറഞ്ഞ്. ആ കോട്ടൺ പ്ലാന്റ് അല്ല, കോട്ടൺ പ്ലാന്റ് വേറെ. ഇലവ് 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 ഇങ്ങനെയുള്ള ഒരു എന്താ പറയാ, ഒരു 3-ൽ കൂടുതൽ, സോറി 4-ൽ കൂടുതലായിട്ട്, 2, 4, 5, 6 4-ൽ കൂടുതലായിട്ടുള്ള ലീഫ്ലെറ്റുകൾ ഇങ്ങനെ ഉണ്ടായിരിക്കും. ഇതിന്റെ ലീഫ് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മരച്ചിനിയുടെ ഇലവ് വരും. കണ്ടിട്ടുണ്ടോ ഇലവ്? എല്ലാവരും കണ്ടിട്ടുണ്ടോ ഇലവ്? ഇലവ് കണ്ടിട്ടുണ്ടോ? ബൊംബാക്സ് എന്ന് പറയുന്ന ഇലവ് കണ്ടിട്ടുണ്ടോ? ഇലവ് നാട്ടൻ വീട്ടില് അപ്പൂപ്പന്മാരൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, അവര് പറഞ്ഞു തരും ഇലവ്, അല്ലെങ്കിൽ കാണിച്ചു തരും. പണ്ട് ഇതിന്റെ ആ കോട്ടൺ എടുത്തായിരുന്നു. കോട്ടൺ പ്ലാന്റ് നോക്കിക്കളയല്ലേ, ഇലവാണ് കേട്ടോ, കോട്ടൺ പ്ലാന്റ് വേറെയാണ്. ഓക്കെ, ഇത് ബൊംബാക്സ് ആണ്. ഓക്കെ, ഇത് ബൊംബാക്സ് ആണ്, കോട്ടൺ പ്ലാന്റ് വേറെയാണ് കേട്ടോ. ഇതിനെ നമ്മൾ വിളിക്കുന്നത് സിമ്പിൾ ആയിട്ട് വേണമെങ്കിൽ ലോക്കൽ നെയിമായിട്ട് എന്ത് വിളിക്കും? ലോക്കൽ നെയിമായിട്ട് സിൽക്ക് കോട്ടൺ എന്നറിയപ്പെടും. ഇംഗ്ലീഷിൽ വേണമെങ്കിൽ അങ്ങനെ പറയാം, സിൽക്ക് കോട്ടൺ. അല്ലാതെ യഥാർത്ഥ കോട്ടൺ ആരാണ്? യഥാർത്ഥ കോട്ടൺ പ്ലാന്റ് അറിയാമല്ലോ, പരുത്തി കേട്ടോ. ഇതല്ല പരുത്തിയല്ല, ഈ സാധനം സിൽക്ക് കോട്ടൺ എന്നറിയപ്പെടുന്ന ഇലവ്, ബൊംബാക്സ്, അതാണ് ബഹുപത്രകത്തിന് എക്സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ അല്ലെ നമ്മൾ വളരെ വളരെ ചുരുക്കി എന്നാൽ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുവാൻ ഏറ്റവും സാധ്യതയുള്ള, ചോദിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ എങ്ങനെ വേണമെങ്കിലും തെറ്റിപ്പിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ് അല്ലെ. നല്ല ഓർഡറിൽ നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ മനസ്സിലാക്കി വെക്കാത്തവർക്ക് എക്സാമ്പിൾ സഹിതം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. ഇഷ്ടംപോലെ ചോദിക്കാം, ഇഷ്ടംപോലെ രീതിയിൽ ഇവിടെ നിന്ന് ചോദിക്കാം. ബെസ്റ്റ് സിമ്പിൾ എക്സാമ്പിൾ ഇപ്പൊ സത്യപുല്ല്, നമ്മൾ ആരും കേട്ടില്ല. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യനിൽ സത്യപുല്ല് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. സത്യപുല്ല് A കോളം B കോളം, ഒരു കോളത്തിൽ സത്യപുല്ല് എന്ന് പറഞ്ഞ് കാണുന്നു. ക്ലോവറിന് പകരമുള്ള അവരുടെ അല്ലെങ്കിൽ ട്രൈഫോളിയം എഴുതുന്നതിന് പകരം സത്യപുല്ല് എന്ന് പറയുന്ന ലോക്കൽ നെയിം കണ്ടുപിടിച്ചിട്ട് സത്യപുല്ല് B കോളത്തിൽ ചിലപ്പോൾ കാണും. ത്രിപത്രമെന്നോ ത്രിപത്രമെന്നോ യഥാർത്ഥ ഓപ്ഷൻ അവിടെ കാണും. അപ്പൊ അങ്ങനെ എഴുതണമെങ്കിൽ അതിന്റെ എക്സാമ്പിൾ കറക്റ്റ് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ, ഒരുപാടായി. അപ്പൊ നിങ്ങൾ ഇത് നന്നായിട്ട് നോക്കുക. ഓക്കെ അല്ലേ? പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആണോ? ക്ലിയർ ആണോ? പെർഫെക്റ്റ് ആണോ? ക്ലിയർ അല്ലേ? പിന്നെ നിങ്ങൾ കുറെ സംശയ എക്സാമ്പിളുകൾ പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടെ നിങ്ങൾ കണ്ടുപിടിക്കുക, ഫോട്ടോ ഇടുക, പറയുക കേട്ടോ. ഓക്കെ, ഞാൻ കണ്ടുപിടിക്കാത്തത് നിങ്ങൾ കണ്ടുപിടിക്കണം. അത് ഞാൻ ഇട്ടുതരാം. ഞാൻ ഫോട്ടോ കുറെ വാഴച്ചെടി അത് കുറെയൊക്കെ ഫോട്ടോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങളത് കണ്ടുപിടിച്ച ആരും ഫോട്ടോ ഇട്ടില്ല. നിങ്ങൾ കണ്ടുപിടിക്കുമ്പോഴാണല്ലോ നിങ്ങളുടെ പഠനം രസകരമാവുന്നത്. വെറുതെ പുസ്തകപ്പുഴയായിട്ട് പുസ്തകം നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ മനസ്സിലൊന്നും നിൽക്കത്തില്ല. കുറച്ച് പുറത്തോട്ടിറങ്ങി നോക്കി കണ്ടു കഴിഞ്ഞാൽ ബോട്ടണിയൊക്കെ പഠിക്കാൻ ഭയങ്കര രസമാണ്. മനസ്സ് നിൽക്കും, സാധനങ്ങളൊക്കെ മനസ്സ് നിൽക്കും. അല്ലെങ്കിൽ ഫ്ലവർ പഠിക്കുമ്പോഴത്തെ ഫ്ലവർ വെറുതെ ഇരിക്കുമ്പോൾ ഫ്ലവർ എടുത്ത് നോക്കണം. എന്തൊക്കെയാണ് സാധനങ്ങൾ, എങ്ങനെയൊക്കെയാണ് സാധനങ്ങൾ, അതിന്റെ പേരുകളാണ്, മലയാളത്തിൽ നിന്നാണ് പറയണം, അത് മനസ്സിൽ കിടക്കും. ലൈഫായിരുന്നാലും അങ്ങനെ തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കി നാളെ എടുക്കാം. അപ്പൊ എല്ലാവർക്കും താങ്ക് യു ഓൾ. താങ്ക് യു. ഉറങ്ങിയാണ് ഇപ്പൊ ലാസ്റ്റ് താങ്ക് യു എന്ന് പറഞ്ഞ ഒരാളാണ്. കൂവളത്തിന്റെ